വിഷമകരമായ പ്രവൃത്തി അയൽവാസി എന്ന നിലയ്ക്ക് വിശ്വാസിയായ മനുഷ്യൻ ചെയ്താൽ അത് ഈമാൻ തെറിച്ചു പോകുന്ന, സ്വർഗപ്രവേശനം നിഷേധിക്കപ്പെടുന്ന, അയൽവാസിയുടെ കടമ നിഷേധമായി, ധർമ്മ നിഷേധമായി, കടപ്പാട് വിസ്മരിക്കലായി എണ്ണുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇങ്ങനെ മാത്രം പോരാ, അങ്ങോട്ട് ഉപദ്രവിച്ചൂറാന്ന് പറഞ്ഞാൽ പോരാ. ഞാനൊന്നും ചെയ്തിട്ടില്ലേ, ഞാനോളൊന്നും കാണിക്കാറില്ലേ, ഞാനവരൊന്നും ചെയ്യാറില്ലേ, നമ്മൾ പലരും പറയാറുണ്ട്. ഇങ്ങോട്ട് ചെയ്യുന്നത് സഹിക്കും വേണം, അത് കടമയിൽപ്പെട്ടതാണ്. ഇങ്ങോട്ട് ചെയ്യുന്നത് സഹിക്കുക. ഓൾ ഇങ്ങോട്ടാ ആദ്യം കാണിച്ചത്, ഓൻ ഇങ്ങോട്ടാ ആദ്യം പറഞ്ഞത്, ഓൻ എന്നോടാ ആദ്യം ചെയ്തത് എന്ന് പറയല്ലോ. ആദ്യം ചെയ്തത് ആരാന്നുള്ളിടത്താ തർക്കം. ആദ്യം ചെയ്ത് അവിടെ ഇരിക്കട്ടെ, ഇങ്ങോട്ട് ചെയ്യുന്നത് പരമാവധി സഹിക്കണം. അത് ഉപദ്രവം ചെയ്യുന്നത് പോലും ശരിയല്ല. സഹിക്കുക എന്ന് പറഞ്ഞാല് വല്ലാത്ത സഹിക്കൽ സഹിക്കണം. നമ്മുടെ ശരീരത്തിനെ വേദനിപ്പിക്കാത്ത മറ്റെന്ത് തരത്തിലുള്ള ശല്യമാണെങ്കിലും വളരെ നിനക്ക് സഹിക്കാം. ശരീരത്തെ വേദനിപ്പിക്കാത്തത് എന്തുപദ്രവമാവാം. മഹാത്മാക്കളുടെ ചരിത്രത്തിൽ നോക്കിയാൽ ഉപദ്രവങ്ങൾ സഹിച്ചതിന്റെ കണക്കുകളും കൃത്യങ്ങളും എത്രയോ വിവരിച്ചതുണ്ട്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 40 കൊല്ലം രാത്രിയിൽ ഇശാ നമസ്കരിച്ചിട്ടുള്ള അതേ ഉദു കൊണ്ട് കണ്ണിമ വെട്ടി ഉറങ്ങാതെ ഒരേ ഇടത്ത് നിന്ന് ഖുർആൻ ഓതി സുദീർഘമായി നമസ്കരിക്കുന്ന പതിവുള്ള ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, തന്റെ നമസ്കാരം 40 വർഷം തുടർന്ന ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ആദ്യം അദ്ദേഹം അങ്ങനെ നിസ്കരിക്കാറില്ല. കുറച്ച് നിസ്കരിക്കുമ്പോഴേക്ക് ആൾക്കാർ പറയാൻ തുടങ്ങുന്നത് രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന ആള്. ഇത് അല്ലാഹുവിന്റെ ഒരു വലിയ ഫضല. ചെറിയ ഒരു ഇബാദത്തുണ്ടെങ്കിൽ ലോകരടിയിൽ അല്ലാഹു തആല വലിയ ഇബാദത്തായി കേടിയെടുക്കും. വലിയൊരു പണ്ഡിതൻ ചെറിയ ഒരു നിലക്ക് പരിശ്രമിച്ചാൽ വലിയൊരു പരിശ്രമശാലിയായി കേടിയെടുക്കും. ലേശം ഒരു 10 കൊടുക്കണ പണ്ഡിതനാണെങ്കിൽ അയാളോ വല്ലാത്ത മുഫ്തിയല്ലേ എന്ന് പേര് കൊടുക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയങ്ങളിൽ നിന്ന് ചെറുതുണ്ടാകുമ്പോൾ അവർക്ക് നൽകുന്ന ഒരു വല്ലാത്ത സ്വീകാര്യതയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കുറെ രാത്രി നിസ്കരിക്കാറുണ്ട്. പക്ഷെ ആൾക്കാരുടെ മനസ്സിലൊക്കെ രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന ആളെന്ന്. ഒരിക്കൽ ഇദ്ദേഹം ഇത് കേൾക്കാനിടയായി. നോക്കാം, രാത്രി മുഴുവൻ ഉറങ്ങാതെ നിസ്കരിക്കുന്ന വലിയ പണ്ഡിതനാണ് ആ പോണത്. ഇത് കേൾക്കാനിടയായപ്പോൾ മൂപ്പര് ചിന്തിച്ചു, പടച്ചോനെ എന്നെപ്പറ്റിയുള്ള ഈ അടിയങ്ങളെ ധാരണ, മുസ്ലിമീങ്ങളുടെ ധാരണ, രാത്രി മുഴുവൻ ഞാൻ നിസ്കരിക്കുന്നാണല്ലോ ഇവർ പറയുന്നത്. ആ ധാരണയോട് ഞാൻ നീതി പുലർത്തണ്ടേ, ഇതിനോട് ഞാൻ ധർമ്മം പുലർത്തണ്ടേ എന്ന് വിചാരിച്ചിട്ട് താൻ അന്ന് മുതലങ്ങ് രാത്രി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് 40 ഈറ്റാണ്ടോളം ഈശ നലവേറും ഈശ തൊഴുതോരുവാലെ 40 ഈറ്റാണ്ട് സുബ്ഹ് തൊഴുതോവർ എന്ന് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ പറ്റി പറയുന്ന ഈ മഹത്വം മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തങ്ങൾ നേടിയിട്ടുണ്ട്. മദ്ഹബിന്റെ ഇമാമാണ്. മദ്ഹബിന്റെ ഇമാമിനും പേച്ചു, ഈ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിനും പേവുണ്ടായി എന്ന് പറയുന്നവരുണ്ട്. അവരെ നമുക്ക് മാറ്റി നിർത്താം. ഈ അബൂ ഹനീഫ രാത്രിയിലെ ഈ നിസ്കാരം ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? രാത്രിയിൽ ഇരുന്നിട്ടുള്ള ഈ നിസ്കാരത്തിന്റെ ഇടയിൽ മൂപ്പർക്കൊരു വല്ലാത്ത അസഖ്യതയുടെ പതിവുണ്ട്. എന്താണെന്നറിയോ? തന്റെ തൊട്ട അയൽപ്പക്കത്തുള്ള ഒരു ചങ്ങാതി മോന്തിയാവോളം പണിയെടുക്കും. കൊല്ലന കരുവാൻ കൊല്ലപ്പണി എടുത്തിട്ട് ഇരുമ്പ് കൊണ്ട് ആയുധം ഉണ്ടാക്കി മോന്തിയാവോളം പണിയെടുക്കും. മോന്തിയാവോളം നയിക്കണ പണ്ടത്തെ ആൾക്കാരൊക്കെ നടപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നല്ലോണം കുടിച്ചു കൂസായി പോരലാണല്ലോ. അധ്വാന ഭാരം കൂടുമ്പോൾ അതിന്റെ പിരിമുറുക്കം പോക്കാനുള്ള സാധാരണ നടപ്പാണിത്. ഭാരം പിടിച്ച പണിക്കാരൊക്കെ ഒന്ന് നല്ലോണം പൂസും. അങ്ങനെ കുടിച്ചു കൂസായി മൂപ്പര് വന്ന് അത്താഴം കഴിച്ച് ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങോളം മൂപ്പർക്ക് പിന്നെ പണി ഒരേ ഒരു പാട്ടാണ്. ليوم كريهة وسداد صغري أضاعوني وأي فتى أضاعوا ليوم كريهة وسداد صغري. എല്ലാരും കൂടി എന്നെ തൊലച്ചു, എല്ലാരും കൂടി എന്നെ നശിപ്പിച്ചു, എല്ലാരും കൂടി എന്റെ ജീവിതം പാഴാക്കി, എല്ലാരും കൂടി എന്നെ അർത്ഥം മുറിച്ച് നാശപ്പെടുത്തി. വയ്യ ഫതൻ അവാഴു, ഇവരെല്ലാരും കൂടി തൊലച്ച ഈ ബാല്യക്കാരൻ യുവാവ് എന്തോ ഒരു ബാല്യക്കാരനാണെന്നറിയോ? എന്നോ ഉണ്ടാവുന്ന ഒരു യുദ്ധത്തിന് വേണ്ടി, ഏതോ ഒരു രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ ജീവിതം മുഴുവൻ കളഞ്ഞു കുളിച്ചു. എന്താ ഇയാൾ പറയുന്നത്? ഇയാൾക്ക് പണി നേരം പോലത്ത് മോന്തിയാവോളം ആയുധം ഉണ്ടാക്കി കൊടുക്കല. തോക്ക്, ഇന്നത്തെ തോക്കല്ല, കത്തി, വാള്, ഈ തരം യുദ്ധായുധം.
അപ്പൊ ആരാന് യുദ്ധായുധം ഉണ്ടാക്കിയിട്ട് നേരം വെളുത്തിട്ട് മോന്തിയാവോളം പണിയെടുത്തിട്ടുള്ള അധ്വാനത്തിന്റെ പിരിമുറുക്കങ്ങളൊക്കെ ഇവരൊക്കെ ഇന്ന തൊലക്കുക. ഓൽക്ക് എന്നോണ്ടാണ് യുദ്ധത്തിനും വേണ്ടി പടക്കോപ്പുണ്ടാക്കാൻ, ഏതോ കാലത്തെ രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ വേണ്ടിയിട്ട് ഖലീഫ നിശ്ചയിക്കുന്ന പോരാളിയായി ആയുധം കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് എന്നെ തൊലച്ചു. ഞാൻ എന്തൊരു യുവാവ്, എന്റെ യൗവനം മുഴുവൻ നഷ്ടപ്പെട്ടു, എന്നെ തൊലച്ചല്ലോ എന്നും ഇത് തന്നെ. 40 കൊല്ലത്തിലെ ദുരിതാനുഭവങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുരിതമായിട്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അനുഭവപ്പെട്ട ദുരിതം. ഒരു ദിവസം അന്തിക്ക് നിക്കരിച്ചാൽ നിന്ന് നോക്കുമ്പോ ഈ ഒച്ച കേൾക്കല്ല, ഈ ശബ്ദം കേൾക്കാനുള്ള അതൊരു സുഖമാണ്. ഈ ട്രെയിനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉറങ്ങി ശീലമായാലും മാതിരി നമുക്കൊക്കെ ഉറക്കം വരുമോ? എത്ര മനുഷ്യന്മാർ കണ്ടില്ലെങ്കിൽ ട്രെയിൻ അങ്ങനെ കട്ടന്നറി പോണ് ഓലങ്ങനെ കുറുക്കം വലിച്ച് ഉറങ്ങണ ശീലമായി മാറി അതൊരു രസം ഉണ്ടാവും. ഇതേമാതിരി നിക്കരിക്കുമ്പോ ഈ ഒരൊച്ച ശീല അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇത് കേട്ടില്ല എന്ന് വന്നപ്പോ മൂപ്പര് അന്വേഷിച്ചു, എന്തായിപ്പോയി നമ്മുടെ അയൽവാസി കരുവാന്? അവിശ്വാസിയാണ്, അമുസ്ലിമാണ്, കരുവാനുമാണ്. ശല്യം ചെയ്ത് രാത്രിയിൽ നിസ്കരിക്കുന്ന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ശല്യമാകുന്ന ഈ ആളുടെ പാട്ടിന്റെ ശല്യം കിട്ടാതെ വന്നപ്പോ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു നോക്കുമ്പോ അന്ന് മോന്തിക്ക് അന്തിപ്പാതിരാക്ക് നാട്ടു വിട്ട് ഇറങ്ങി വരുമ്പോ ഇരുട്ടത്താ ഇറങ്ങിപ്പോന്നത്, കുടിച്ചെവിടെയെങ്കിലും വീടിരുന്നിരിക്കും. പോരുമ്പോ ഖലീഫയുടെ പോലീസുകാർ പിടിച്ചത്രേ, കള്ളന്മാരെ പിടിക്കണ കൂട്ടത്തിൽ പിടിച്ചത്രേ, ജയിലിലാണത്രേ എന്ന് കേട്ടു. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അന്ന് സുബ്ഹാകാൻ കാത്തു. സുബ്ഹ് നിസ്കരിച്ചു. അത്യാവശ്യം വെളിച്ചപ്പെട്ട ഉടനെ തന്നെ തന്റെ കോവർ കഴുത തയ്യാറാക്കിയിട്ട് കോവർ കഴുത പുറത്ത് ഏറിയിട്ട് അന്നത്തെ അവിടുത്തെ ഭരണാധിപനായ അമീറിന്റെ വീട്ടിലേക്ക് സഞ്ചരിക്കുകയാണ്. ജീവിതത്തിലൊരിക്കലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അമീറിനെ കാണാൻ പോകാത്ത, രാഷ്ട്രീയക്കാരെ കാണാൻ പോകാത്ത, ഭരണാധികാരികളെ സമീപിക്കാൻ പോകാത്ത അബൂ ഹനീഫ ഖലീഫയുടെ പ്രഥമ ഖാദിയായി നിയുക്തനാകണമെന്നതിന്റെ പേരിൽ മാത്രം നാടുവിട്ടോടിപ്പോകേണ്ടി വന്ന ഇമാം അബൂ ഹനീഫ ഖലീഫ ഖാദിയാക്കും എന്നതിന് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം ജയിലിൽ കിടന്ന അബൂ ഹനീഫ ഖിലാഫത്തുമായി ബന്ധമില്ല, പണപ്പെട്ടിയുമായി ബന്ധമില്ല, അധികാര കേന്ദ്രവുമായി ബന്ധമില്ല, ഒരമീറിനെയും ഖലീഫയെയും അങ്ങോട്ട് ചെന്നു കാണാൻ വേണ്ടി ഇന്ന് വരെ പോകാത്ത അബൂ ഹനീഫ അമീറിന്റെ വീട്ടിലേക്ക്, ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക്, ആ ടൗണിന്റെ അധികാരിയുടെ വീട്ടിലേക്ക് കടന്നു എന്നത് കണ്ടപ്പോ വാതിൽ കലിത അബൂ ഹനീഫ നീ ഒന്ന് പറയണമെന്ന് കാവൽക്കാരോട് പറഞ്ഞ്, കാവൽക്കാരൻ ചെന്ന് അബൂ ഹനീഫ എന്ന് പറഞ്ഞപ്പോഴേക്ക് തന്നെ അബൂ ഹനീഫയോ നമ്മളെ വിട്ടുപിടിക്കലോ? വാഹനത്തുമെന്ന് ഇറക്കാതെ ഏതു വാഹനമാണ് വന്നതെങ്കിൽ വിരിപ്പിലൊക്കെ ചവിട്ടട്ടെ, കടന്നു വരട്ടെ, എന്റെ സമീപത്തേക്ക് നിലം തൊടാതെ കൊണ്ടുവരണം, അദ്ദേഹത്തെയും വാഹനത്തെയും നിലം തൊടാതെ സമീപിക്കണം എന്റെ സമീപത്തേക്ക്. അമീർ ഓർഡറാക്കി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വന്ന് നോക്കുമ്പം കഴുതിയാണ്. അന്നത്തെ ഏറ്റവും മോശം കഴുതിന്ന് കോവർ കഴുത, ഇന്നത്തെ സൈക്കിൾ പോലെ. സൈക്കിൾ മല ബഹുമാനപ്പെട്ട അബൂ ഹനീഫ നിരൂപിച്ചോളി. ഇന്നത്തെ നമ്മളെ സൈക്കിളിലെ ആ സൈക്കിളിന്റെ സ്ഥാനാണ് അന്നത്തെ വാഹനത്തിന്റെ കൂട്ടത്തിൽ കോവർ കഴുത. കഴുതയായാലും പൊറുക്ക, കോവർ കഴുത. ആ കോവർ കഴുത പുറത്ത് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ ശരിക്ക് വിരിപ്പിലൂടെ ചവിട്ടാം. അമീർ ചെന്നപ്പോ അമീറിന്റെ അടുത്ത് തന്നെ ഇരുത്തി. എന്തേപ്പം ഇങ്ങനെ വരവ്, എന്താണ് ആവശ്യം അങ്ങ് പറഞ്ഞാലും? മഹാനർ പറഞ്ഞു, നമ്മളെ അയൽപക്കക്കാരനുണ്ടായിരുന്നു, മൂന്തിയാവോളം പണിയെടുത്തിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന സുഹൃത്ത്, കരുവാനാണ് ഇരുളുമണിക്കാരൻ. അദ്ദേഹത്തെ നിങ്ങളുടെ പോലീസ് പിടിച്ചു ഇന്നലെ രാത്രി എന്ന് കേട്ടു, അദ്ദേഹത്തെ ഒന്ന് വിട്ടുകിട്ടണം, ശുപാർശ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഖലീഫ ഇത് കേട്ട പാടെ അദ്ദേഹത്തെയോ അങ്ങയുടെ അയൽവാസിയോ അങ്ങയുടെ എന്താവശ്യവും നടപ്പാക്കാൻ നമ്മൾ തയ്യാർ. അന്ന് പിടിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും എന്ത് കുറ്റവാളികളാണെങ്കിലും അബൂ ഹനീഫയുടെ കൂട്ടാളിയോടൊപ്പം അവരെയും വിടട്ടെ. അന്ന് അറസ്റ്റ് ചെയ്ത മുഴുവൻ ആളെ, അന്നത്തേതിന്റെ മുൻപുള്ള ഏതാനും രാത്രികളും മുഴുവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളെയും ഒന്നിച്ചു വിടട്ടെ ഓർഡറാക്കി. അയൽവാസിയെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അബൂ ഹനീഫയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു. അയൽവാസി അബൂ ഹനീഫയുടെ കൂടെ വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോ, അല്ല സുഹൃത്തെ, നമ്മളെന്നെ പാഴാക്കിയോ? അബൂ ഹനീഫന്റെ ചോദ്യം തമാശ വെച്ചാ, നമ്മളെന്നെ പാഴാക്കിയോ? എല്ലാരും കൂടി എന്നെ പാഴാക്കി, എല്ലാരും കൂടി എന്നെ തൊലച്ചു, എല്ലാരും കൂടി എന്നെ നാശാക്കി എന്ന് പറയുന്ന ആളോട് അബൂ ഹനീഫ ചോദിച്ചു, അല്ല നമ്മളെന്നെ നാശാക്കിയോ? നമ്മളെന്നെ കൈവിട്ടോ? നമ്മളെന്നെ തൊലച്ചോ? അദ്ദേഹം നാണം കൊണ്ട് തല താഴ്ത്തി.
ലജ്ജാവശനായി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തന്റെ ഈ പാട്ട് കേൾക്കാറുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. താൻ കള്ളുകുടിച്ച് ഉന്മത്തനായി പാടുന്ന ഈ ശല്യത്തിന്റെ പാട്ട് അയൽവാസിയായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പാടമിട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. അന്ന് ഇന്ന് വരെയും ക്ഷമിച്ചിട്ടുള്ള അബൂ ഹനീഫയുടെ മതവും അദ്ദേഹത്തെ ഇങ്ങനെ ക്ഷമിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ഈമാനും വിശ്വാസവും ഏതൊരു ദീനാണ് തനിക്കിങ്ങനെ പ്രചോദനമായതെങ്കിൽ ആ ദീനും ഓർത്തുകൊണ്ട് അദ്ദേഹം അന്നു തന്നെ മുസ്ലിമാവുകയും കരുവാനായ അയൽവാസി മുസ്ലിമായി അബൂ ഹനീഫയുടെ കൈക്ക് മുസ്ലിമാവുകയും സന്തോഷത്തോടുകൂടെ ഇത്തരം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തനായി പശ്ചാത്തപിച്ച് ജീവിക്കുകയും ചെയ്തു. ചരിത്രം ഇതിലൊക്കെ കടോര മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് തിരിയുന്ന ഒരു കഥ. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തുരി ഇമാം ഗസാലി തന്റെ ഇഹ്യായിൽ അനേകമിടങ്ങളിൽ വാസ്ബഹ മിൻ കിബാരിൽ ആരിഫീൻ, ആരിഫീങ്ങളിൽ വെച്ച് വമ്പൻ മഹാത്മാക്കളിൽപ്പെട്ടവരായി എന്ന് പറയാറുള്ള ആളാ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തുരി. വളരെ വലിയ മഹാൻ. അദ്ദേഹത്തിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ കിടക്കല്ല. അദ്ദേഹം വളരെ കാലം തൻ്റെ അമുസ്ലിമായ ഒരു അയൽവാസിയെ ചൊല്ലി ബുദ്ധിമുട്ട് സഹിച്ചു. എന്താ ബുദ്ധിമുട്ട് എന്നറിയോ? അയൽവാസിയുടെ വീട്ടിൽ നിന്നും തൊണ്ടപ്പുറത്ത് വീട്ടിൻ്റെ അടുത്ത കക്കൂസിൽ നിന്നും ഒരു ചെറിയ ദ്വാരം, അയൽവാസി അറിഞ്ഞിട്ടില്ല, ഒരു ചെറിയ ദ്വാരം തുറന്നുണ്ടായിട്ട് സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വിസർജ്യങ്ങൾ മലം ഒന്നായിട്ട് വരും. പകല് മെല്ലെ 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 ഈറ്റി വരുന്നത് വീട്ടിലുള്ളത് മുഴുവൻ രാത്രിക്ക് ഒറ്റക്ക് സഹ്ൽ റളിയല്ലാഹു അൻഹു ശുദ്ധീകരിച്ച് കഴുകി വൃത്തിയാക്കും. നേരം വെളുത്താൽ വീണ്ടും അതിൽ വരും. രാത്രി വീണ്ടും സഹ്ൽ വൃത്തിയാക്കും. ദിനേന ഇത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. രാത്രി വൃത്തിയാക്കാൻ എന്തിനെ? അയൽവാസി അറിയാതെ സംഭവിച്ചതാണ്. ഇതറിഞ്ഞാൽ അയൽവാസിയോട് അത് പറഞ്ഞാൽ അയൽവാസിക്ക് അതുകൊണ്ടുണ്ടാകുന്ന വേദന തന്നെ അയൽവാസിയെ ശല്യപ്പെടുത്തലാണ്. ഇതോർത്തിട്ട് സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തുരി തനിക്കാവതുള്ള കാലം അത്രയും തൻ്റെ കൈകൊണ്ട് തന്നെ വൃത്തിയാക്കി, മക്കളറിയാതെ ഭാര്യ അറിയാതെ അയൽവാസികളെ വിവരമറിയിക്കാതെ ഈ മലം, കക്കൂസിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന മലം, സ്വന്തം വീട്ടിലേക്ക് അയൽവാസിയുടെ കക്കൂസിൽ നിന്ന് വരുന്ന മലം വൃത്തിയാക്കിക്കൊണ്ട് കഴിച്ചു. വർഷങ്ങൾ പിന്നിട്ടു. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തുരിക്ക് കിടന്നേടത്തിന് എഴുന്നേൽക്കാൻ പറ്റാത്ത രോഗമായി. ആ രോഗത്തിൽ വെച്ച് താൻ മരിക്കുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. മറദുൽ മൗത്താണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായ ആ രോഗം വന്നപ്പോ തന്റെ അയൽവാസിയെ സ്വകാര്യമായി അദ്ദേഹം വിളിച്ചു. ഭാര്യ കേൾക്കാതെ, മക്കൾ കേൾക്കാതെ തന്റെ ജൂതനായ അയൽവാസിയോട്, ആരാ ജൂതന്മാർ? മുസ്ലിമീങ്ങൾക്ക് ആരാ ജൂതന്മാർ? അത്രയും ശത്രുവായ ആ ജൂതന്മാരിൽപ്പെട്ട തന്റെ അയൽവാസിയെ സ്വന്തം മക്കളും ഭാര്യയും കേൾക്കാനിട വരുത്താതെ മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹു തന്റെ സമീപത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, സഹോദരാ, സുഹൃത്തേ, നിങ്ങളെന്റെ അയൽവാസിയാണ്. ഞാനും നിങ്ങളും തമ്മിലുള്ള അയൽവാസത്തിന്റെ ബന്ധം വളരെ ശുദ്ധമാണ്, വളരെ സുന്ദരമാണ്. ഒരലോസരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങളെ വിളിച്ചതൊരു കാര്യം പറയാനാണ്. നിങ്ങളുടെ കക്കൂസിൽ നിന്ന് നിങ്ങളറിയാതെ ഒരു ദ്വാരമുണ്ടായി. എൻ്റെ വീട്ടിലേക്ക് മലം വന്നുകൊണ്ടിരിക്കാറുണ്ട് വർഷങ്ങളായി. ഞാനിത് സ്വന്തം കൈകൊണ്ട് രാത്രിയിൽ വൃത്തിയാക്കുകയായിരുന്നു. മക്കൾ അറിഞ്ഞിരുന്നില്ല, ഭാര്യ അറിഞ്ഞിരുന്നില്ല. അവരറിയാതെ ഞാനത് അറിയുമ്പോഴേക്ക് വൃത്തിയാക്കി പോരുകയായിരുന്നു. ഇനി ഞാൻ ഈ രോഗത്തിൽ മരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇനി എനിക്ക് തിരിച്ചിരവില്ലാതെ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ മക്കളാണ് ഇവിടെ താമസിക്കുന്നവർ, എൻ്റെ കുടുംബമാണ് ഇവിടെ താമസിക്കുന്നവർ. അവരും നിങ്ങളും തമ്മിൽ എൻ്റെ ബന്ധമായി കൊള്ളണമെന്നില്ല, ഇതുപോലെ ചെയ്തു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇനി നിങ്ങളുടെ കക്കൂസിൽ നിന്ന് ഇങ്ങോട്ട് മലം വരുന്ന ആ ദ്വാരം ഒന്നടക്കണം. വർഷങ്ങളോളം സഹിച്ച ശേഷം സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹു തന്റെ അയൽവാസിയായി ജൂതനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞത് കേട്ടപ്പോ ജൂതൻ തന്നെ കണ്ണുനീർ വാർത്തു. ഇതെന്തൊരു ദീനാണ്, ഇതെന്തൊരു വിശ്വാസമാണ്, ഇതെന്തൊരു പടപ്പാണ്, ഏത് വിശ്വാസമാണ് ഇദ്ദേഹത്തെ ഭരിച്ചത്? ഞാൻ ജൂതൻ, അദ്ദേഹം മുസ്ലിം. അദ്ദേഹത്തിന്റെ ഇസ്ലാം വല്ലാത്ത ഇസ്ലാം, അദ്ദേഹത്തിന്റെ ഈമാൻ വല്ലാത്ത ഈമാൻ. ഇങ്ങനെ ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും പഠിപ്പിക്കുന്ന വിശ്വാസമാണ്, പാഠങ്ങളാണ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇസ്ലാമിൽ നിന്നെങ്കിൽ, ഇദ്ദേഹത്തിന്റെ ഈമാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് ഇത്ര നല്ല പെരുമാറ്റത്തിനാണെങ്കിൽ എനിക്കെന്റെ ദീനിന് വേണ്ട,
എന്റെ മതം ഇനി വേണ്ട, ഇനി ഞാൻ മുസ്ലിമാവുകയാണെന്ന് പറഞ്ഞ് സഹിലിന്റെ മുന്നിൽ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായിട്ട് അദ്ദേഹം നല്ല മുസ്ലിം സഹോദരനായി മാറുകയും അത് കണ്ണുകൊണ്ട് കണ്ട് കുളിർക്കെ സന്തോഷിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം സഹിൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹുവിന് കൈവരുകയും ചെയ്തത് അയൽവാസിയുടെ ഈ ശക്തമായ അറിയാത്തതെങ്കിലും വന്ന ഒരു ഉപദ്രവം പൊറുത്തതിന്റെ പേരിൽ, സഹിച്ചതിന്റെ പേരിലാണ്. ചെറുതല്ല കാര്യം, വിളിച്ചു പറയാം. പക്ഷെ പറയുമ്പോൾ അയൽവാസിക്ക് അത് നൊമ്പരമാകില്ലേ? കക്കൂസെന്നല്ലേ വന്നത് എന്ന് തോന്നൂലേ? ഇത് കരുതി ക്ഷമിച്ചവർ. അത്രത്തോളമൊന്നും സഹിക്കാൻ നമുക്കാവില്ലെങ്കിലും, അത്രത്തോളമൊന്നും പൊറുക്കാൻ നമുക്കാവില്ലെങ്കിലും കുറെയൊക്കെ ഉപദ്രവങ്ങൾ പൊറുക്കാൻ നോക്കണം. ഉപദ്രവങ്ങളെ കുറിച്ച് അന്യായം പറയുന്നതും ശരിയല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഒരു അനുഭവം നോക്കൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലിരിക്കുന്ന സമയത്തൊരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനവർകൾ മക്കയിലേക്ക് വന്നതാണോ എന്നറിയില്ല, മക്കയിൽ ആ സംഭവം പറയുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ജാഅ റജുലുൻ ഇല നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഅദീഹി അലാ ജാരിഹി. തന്റെ അയൽവാസിയുടെ അന്യായം പറയാൻ, ശല്യം പറയാൻ, കേസ് പറയാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് ഒരാൾ കടന്നു വന്നു. വരുന്നത് കേസ് പറയാൻ അയൽവാസിനെ. അദ്ദേഹം റുക്നുൽ യമാനിയുടെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടക്കുള്ള സ്ഥലത്തിരിക്കുകയാണ്. കഅബയുടെ സമീപത്താണ്. അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങ് മുന്നിട്ട് വരുന്നു. കേസ് പറയാൻ ചെന്ന ആള് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു. പക്ഷേ നബി തങ്ങളെ കാണുമ്പോൾ മഖാം ഇബ്രാഹിമിങ്കൽ ശുഭ്രവസ്ത്രധാരിയായ ഒരു വലിയ മനുഷ്യനുമായി മഹാനായ റസൂലുള്ളാഹി തങ്ങൾ നിന്ന് സംസാരിക്കുകയാണ്, അഭിമുഖമായി നിന്ന് സംസാരിക്കുകയാണ്. ജനാസ നിസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് വെക്കുന്ന സ്ഥലത്താണ് നബിയും ഈ ശുഭ്രവസ്ത്രധാരിയും സംസാരിക്കുന്നത്. നൃത്തം നീണ്ടി ഈ നൃത്തം പോയപ്പോ ഈ വന്ന ആൾക്ക് അല്ലാഹുവിന്റെ റസൂലിനിക്ക് ഈ നൃത്തം നിൽക്കുന്നത് കണ്ടപ്പോ വല്ലാതെ നബിയെ ഇക്കോലം നിർത്തുന്ന സഹോദരനാർ, സുഹൃത്താർ എന്ന് കരുതി എനിക്ക് പാവം തോന്നി, കരുണ തോന്നി, പ്രയാസം തോന്നി എന്ന് ചെന്നാള് പറയാണ്. അത്രത്തോളം നിന്നു. ആരംഭ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം പിരിഞ്ഞ ശേഷം കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഇദ്ദേഹം പറഞ്ഞു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് മനിർ റജുലുൽ ലദീ റഅയ്തു മഅക മുഖാമിമക അലൈഹി സൗബുൻ ബി മനിർ റജുലുൽ ലദീ റഅയ്തു മഅക മുഖാമിമക. അങ്ങയോടുകൂടെ അങ്ങയോട് അഭിമുഖമായി സംസാരിച്ചുകൊണ്ട് കടാക്കടയിൽ നിന്ന് ഒപ്പം നിന്ന് സംസാരിക്കുന്ന ആളാര്? ഒരത്ഭുതാണല്ലോ. അതവും മര്യാദയിലും നബിന്റെ മുമ്പിലിരിക്കുന്നതേ സ്വഹാബാക്കൾ അവർ കണ്ടിട്ടുള്ളൂ. ഇത് നബിയുടെ കടാകടയിൽ നിന്നിട്ട് നബിയെ പോലെ തുല്യനായി നിന്നിട്ട് സംസാരിക്കുന്നു. വെളുത്ത വസ്ത്രധാരിയാണ്. ഇതാര് എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവഖദ് റഅയ്ത, നീ കണ്ടല്ലേ, നീ അയാളെ കണ്ടല്ലേ? ഖാല നഅം, ഞാൻ കണ്ടു. ഖാല റഅയ്ത ഖൈറൻ കസീറാ, ഇദൻ നീ നല്ല കോളടിച്ചടോ, വമ്പൻ നേട്ടം നിനക്ക് കിട്ടി. അത് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. ജിബ്രീലിനെ കാണാൻ കഴിഞ്ഞല്ലേ? മനുഷ്യരൂപത്തിൽ വന്നതാണെങ്കിലും മറ്റാരും കാണാത്ത ആ അവസ്ഥയിൽ എന്നോട് സംസാരിക്കുന്ന ജിബ്രീലിനെ നിനക്ക് കാണാൻ കഴിഞ്ഞല്ലേ? നീ വലിയ ഭാഗ്യവാനാണ്. പക്ഷേ ഇത്രയും നേരം എന്തിനാണ് നബി അദ്ദേഹം നിർത്തിയതെന്ന് പറയുമ്പോൾ നബി തങ്ങൾ പറയുന്നത്, മസാല യൂസീനി ബിൽ ജാർ ഹത്താ ലനന്തു അന്നഹു ജാഇലുൽ ലഹു മീറാസാ ഖാല റസൂലുള്ളാഹി. ഇത്രയും സമയം ഒരേ കാര്യമാണ് ജിബ്രീൽ എന്നെ ഉപദേശിച്ചു കൊണ്ടിരുന്നത്, എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് പകർന്നുകൊണ്ടിരുന്നത്. ഒരേ കാര്യം, അയൽവാസിയുടെ കാര്യം, അയൽവാസിയുടെ കാര്യം, അയൽവാസിയുടെ ഹക്കും കടപ്പാടും പറഞ്ഞാണ് ഇത്രയും സമയം ജിബ്രീൽ എന്നെ പഠിപ്പിച്ചതും ധൈര്യപ്പെടുത്തിയതും. മരിച്ചിട്ട് അനന്തര സ്വത്ത് വരെ കുടുംബക്കാരെ പോലെ അയൽവാസിക്ക് കൊടുക്കേണ്ടി വരും. അള്ളപ്പ നിയമമാക്കും. ജിബ്രീൽ ആ നിയമവുമായാ വന്നത് എന്നു ഞാൻ ധരിച്ചുപോയി. ഉമ്മവാപ്പാന്മാരെ പോലെ, മക്കളെ പോലെ, സ്വന്തം കുടുംബത്തെ പോലെ അവർക്ക് അനന്തര സ്വത്ത് വിഹിതം ഖുർആൻ നിശ്ചയിച്ചതുപോലെ ആ വിധത്തിലുള്ള കുടുംബ ബന്ധത്തിന്റെ പേരിലുള്ള മീറാത്ത് പോലെ അയൽവാസിക്ക് കുടുംബ സ്വത്തിൽ പോലും മരിച്ചിട്ട് അവകാശം നിശ്ചയിക്കോന്ന് പേടിച്ചു. അത്ര വലിയ ഉപദേശം. കേസരാൻ വന്ന ആള്
അങ്ങ് ആകെ പൊന്നച്ചു. അയൽവാസിനെ കുറിച്ച് കേസ് തരാനല്ലേ ഈ ചെല്ലുന്നത്? ഇതായിരുന്നു അവിടെ ലക്ഷ്യം. അദ്ദേഹം കേസ് പറയാതെ തിരിച്ചു വന്നു. അള്ളാഹുവിന്റെ റസൂല് കേസ് പറഞ്ഞ ഒരാളെ 2-3 തവണ മടക്കി അയച്ചു. അതൊക്കെ അയൽവാസിയിലിടൂ, സഹിക്കടോ പൊറുക്കടോ, കേസ് വരാൻ നിൽക്കടോ, സഹിക്കടോ പൊറുക്കടോ. വല്ലാതെ സഹികെട്ടിട്ടാണ് അദ്ദേഹം വന്ന് പറയുന്നത് തോന്നിയിട്ട് 3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ 4ാം തവണ വന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പോടോ ക്ഷമിക്കടോ, പോടോ ക്ഷമിക്കടോ, പുണ്യമുണ്ടടോ. പലവട്ടം പറഞ്ഞു. 2-3 പ്രാവശ്യം തിരിച്ചയച്ച് പിറ്റത്തെ പ്രാവശ്യം വന്നപ്പോഴും ഈ അയൽവാസിയുടെ ചെറു തന്നെ പറഞ്ഞപ്പോൾ നബിക്ക് ബോധ്യപ്പെട്ടു, ശരിയാണ്, ആ അയൽവാസി വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ട്. ഇയാൾ ശല്യം പൊറുക്കാച്ചിട്ടായി പറയുന്നത്. ഒരുവിധ ആളാണെങ്കിൽ അള്ളാന്റെ റസൂല് ഇസ്ബിർ എന്ന് പറഞ്ഞാൽ ഒരു സ്വഹാബിക്ക് പിന്നെ കോള് കിട്ടിയമായില്ല, ഏറിയാ പിന്നെ മരിക്കല്ലുള്ളൂ. റസൂലുള്ള പോയി ക്ഷമിക്കടോ, അതാണ് ഖൈർ, അതാണ് ഗുണം, അതിനെനിക്ക് നേട്ടമാണെന്ന് നബി എന്ന് പറഞ്ഞു കിട്ടിയാൽ സ്വഹാബിക്ക് ഏറ്റവും വലിയ സമ്മാനം കിട്ടിയ മാതിരിയാ. ഇത് 2-3 തവണ കൊടുത്തിട്ടും ഇയാൾ പിന്നെ നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോ നബിക്ക് മനസ്സിലായി ഇയാൾ വല്ലാത്ത ശല്യമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞ്, നിനക്കൊരു സൂത്രം പറയാം, നീ നിന്റെ വീട്ടിലെ വീട്ടുപകരണങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുള്ള വീട്ടിൽ എന്നിട്ട് അവിടെ കുത്തിരുന്നോ. ചോദിക്കുന്നവർ മുഴുവൻ ചോദിക്കുമ്പോ നീ കാര്യം പറഞ്ഞാളാ, വീട്ടിൽ കുത്തിരിക്കാൻ അയക്കണല്ലേ ചങ്ങാതി, അയൽവാസി എന്നെ വീട്ടിൽ കുത്തിരിക്കാൻ അയക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് പറഞ്ഞാളാ. നബിയുടെ സൂത്രമാണ്. ബസ്സാർ, അബൂദാവൂദ്, ഹാക്കിം, തൊബറാനി ഇവരൊക്കെ നിവേദനം ചെയ്ത ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നിരവധി ഗ്രന്ഥങ്ങളിൽ കാണാം അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത്, ഇതാണ് വിദ്യ. വീട്ടിലെ ചെറുക്കും സാധനമൊക്കെ പുറത്ത് കിട്ടു കുത്തിരിക്കുക. അപ്പൊ ആൾക്കാരൊക്കെ ചോദിക്കും, ഇതെന്താ ഈ ചങ്ങായി കുടി കുത്തിരിക്കാൻ അയക്കണില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് താമസിക്കാൻ വിചാരിച്ചു. അപ്പൊ കേൾക്കുന്നവരൊക്കെ ഇതെന്ത് ഹകണം, നീ ശപിക്ക്, അയൽവാസന ശല്യം ചെയ്യുന്ന ആള് ശപിക്ക് എന്ന് വാർക്കാൻ തുടങ്ങി. ശല്യം ചെയ്യുന്നുണ്ടെങ്കിലും ഇയാള് സ്വഹാബിയാണ്, റസൂലുള്ളാഹിന്റെ അനുയായിയാണ്, വിശ്വാസിയാണ്. അല്ലാഹുമ്മൽ അൻഹു എന്ന് പറയുന്ന അയാൾക്ക് സഹിക്കൂല, പൊറുക്കൂല. അദ്ദേഹം അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നു. അന്യായം പറയപ്പെട്ട ആള് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നു. ഫഖാൽ യാ റസൂലല്ലാഹ് ലഖീതു മിനന്നാസ്, മനുഷ്യന്മാരിൽ നിന്ന് എന്താണോ എനിക്ക് കിട്ടണേ. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, വമാ ലഖീത മിൻഹും, എന്താടാ കിട്ടണേ, എന്താടാ കിട്ടാൻ? അദ്ദേഹം പറഞ്ഞു, യൽഅനൂനനി, കണ്ട മനുഷ്യന്മാരൊക്കെ എന്നെ ശപിക്കുന്നു, അള്ളാഹു എന്നെ റഹ്മത്തിനെ തൊട്ട് ദൂരീകരിക്കട്ടെ എന്ന് വിശ്വാസികളൊക്കെ പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലഅനകല്ലാഹു ഖബലന്നാസ്, മനുഷ്യന്മാരെ മുമ്പ് അള്ളാഹ് ശപിച്ചടോ നിന്നെ. അള്ളാന്റെ ശാപം നിനക്കുണ്ടായത് കൊണ്ടാണ് മനുഷ്യൻ മുഴുവൻ നിന്നെ ശപിച്ചത്. അതുകൊണ്ട് മനുഷ്യന്മാര് ശപിക്കാനിടയാക്കിയ കാരണത്തിൽ നിന്ന് മാറണം. നബിക്ക് കാര്യം ബോധ്യപ്പെട്ടു. നബി പറഞ്ഞു കൊടുത്ത വിദ്യയാണിത്, അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ലാ അഊദ്, ഇനി ഞാൻ മടങ്ങൂല, വല്ലാഹ്, അള്ളാഹുവാണ്, ഇനി ഞാനത് ചെയ്യൂല നബിയെ, അയൽവാസിയെ ശല്യം ചെയ്യൂല. അള്ളാന്റെ റസൂൽ ആളെ വിളിച്ചു, ഞാൻ എൻ്റെ സാധനമൊക്കെ എടുത്തിട്ട് വീട്ടിൽ തന്നെ വെക്ക്, ഇനി മേലാലും ചെയ്യൂല എന്ന് അയാൾ പറയുന്നുണ്ട്. വിശ്വാസിയാണ്, അതുകൊണ്ട് നീ വിശ്വസിച്ചോ എന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. ഇയാൾ 2-3 പ്രാവശ്യം അന്യായം പറഞ്ഞിട്ട് നബി മടക്കി അയച്ചു ആജാദ് ശല്യത്തിന്. അപ്പൊ ശല്യം സഹിക്കുകയും വളരെ വിഷമങ്ങൾ സഹിക്കുകയും വേണം. അങ്ങോട്ട് ശല്യം ചെയ്യാതിരിക്കൽ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. കബീറത്താണ്. കബായറുകളും വൻദോഷങ്ങളും എണ്ണുന്ന കൂട്ടത്തിൽ വളരെ ഗൗരവത്തിൽ എണ്ണിയിട്ടുള്ള എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞതിന്റെ തേട്ടമെന്ന് പറഞ്ഞിട്ടുള്ള ഇമാം ഇബ്നു ഹജർ റഹിമഹു റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ കുറ്റമാണ് അങ്ങോട്ട് ഉപദ്രവിക്കൽ. ഉപദ്രവിക്കൽ പോട്ടെ, ഉപദ്രവം സഹിച്ചുകൊണ്ടിരിക്കണം, കടപ്പാട് പോരാ. ബല്ലാബുദ്ദ മിനർ റിഫ്ഖി വഇസ്ദാഇൽ ഖൈരി വൽ മഅറൂഫ്, അങ്ങോട്ട് നല്ല നിലയ്ക്ക് പെരുമാറണം, മൃദുലമായി പെരുമാറണം, സ്നേഹമസൃണമായി പെരുമാറണം. ഈ പെരുമാറ്റം കിട്ടാത്തതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ചെയ്യുമ്പോൾ അയൽവാസികളുടെ തുണിക്കോന്തല പിടിച്ചിട്ട് തൂങ്ങിയിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ അന്യായം പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആദ്യമായി 2 ആളുകൾ കൂടിയിട്ട് കേസുന്നയിക്കുന്നത് അയൽവാസിയും തമ്മിലുള്ള കേസായിരിക്കുമെന്നും, ഈ അയൽവാസി എന്നെ ശല്യപ്പെടുത്തി അല്ലാ, ഈ അയൽവാസി എന്നെ ഉപദ്രവിച്ചു അല്ലാ, ഈ അയൽവാസി എന്നെ വീട്ടിലിരിക്കാൻ അനുവദിച്ചില്ല അല്ലാ, ഈ അന്യായമാണ് 2 വ്യക്തികൾ തമ്മിൽ ഉന്നയിക്കപ്പെടുന്ന കേസുകളിൽ ആദ്യത്തെ കേസെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ കൂട്ടത്തിൽ നബി തങ്ങൾ പറയാ, കമ്മിർജാരിൻ മുതഅല്ലിഖുൻ ബിജാരിഹി യഖൂൽ യാ റബ്ബി സൽ ഹാദാ ലിമാ ഖലഖ അന്നി ബാബാ വമനഅനി ഫദ്ലാ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വേദന ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയാ,
ഖിയാമത്ത് നാളിൽ ആൾക്കാരെല്ലാം കൂടി ഒരുമിച്ച് കൂടുന്ന മഹ്ശറിൽ, പടച്ചോനെ ഇതാ എൻ്റെ അയൽവാസി, നീ ചോദിച്ചു നോക്ക്. ഞാൻ തിടുങ്ങിയിട്ട് ബുദ്ധിമുട്ടിയിട്ട് ഒരു കാര്യം ആവശ്യപ്പെടാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഞാൻ ചെല്ലുന്നത് കണ്ടുകൊണ്ടോൻ എൻ്റെ വാതിലടച്ചു. എനിക്കെതിരെ അവന്റെ വീട്ടിൽ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളതുണ്ടെന്നറിഞ്ഞിട്ട് അവൻ ഞാൻ ചോദിച്ചിട്ട് ആ മിച്ചമുള്ളത് എനിക്ക് തന്നില്ല. ഇത് അയൽവാസിയാണ്. നീയാണ് എന്നെ പരീക്ഷിച്ചത്, നീയാണ് അയാൾക്ക് കൊടുത്തത്. അയാൾക്ക് കൊടുത്തവനും നീ, എനിക്ക് തരാത്തവനും നീ. തരാത്ത ഞാൻ കുടുങ്ങി ബുദ്ധിമുട്ടിയിട്ട് ചോദിക്കാൻ അന്നേരം ബുദ്ധിമുട്ടിച്ചെന്നതാണ്. പക്ഷേ നീ കൊടുത്തു പരീക്ഷിച്ചവൻ എന്നെ കൂട്ടാക്കിയില്ല. എനിക്ക് നേരെ വാതിലടച്ച് കളഞ്ഞു. ഞാൻ ചെന്നപ്പോൾ എനിക്ക് മിച്ചമുള്ളതും തന്നില്ല. നീ ഇവനോട് ചോദിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു. ഈ അയൽവാസിയെ കുറിച്ച് കേസ് പറയുമ്പോൾ അവനെയാണ് അള്ളാഹു ആദ്യം വിചാരണ ചെയ്ത് ശിക്ഷിച്ചിട്ട് നരകത്തിലേക്ക് വിടുവാൻ അള്ളാഹുവിന്റെ ഓർഡർ വരുന്നതെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇത് ഉപദ്രവം ചെയ്തതിനല്ല, ഇഹ്സാൻ ചെയ്യാത്തിന്, അങ്ങോട്ട് ഗുണം ചെയ്യാത്തിന്. എത്രത്തോളം ഇഹ്സാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നോക്കി. അംർ ഇബ്നു ശുഐബ് തന്റെ വാപ്പ ഉപ്പാപ്പയെ തൊട്ട് സാധാരണ നിവേദന. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ അഗ്ലഖ ബാബഹു ദൂന ജാരിഹി മഖാഫതൻ ല അഹ്ലിഹി വ മാലിഹി. ഇപ്പൊ കൊടുത്താ എന്റെ വീട്ടുകാർക്കും എന്റെ കുടുംബത്തിനും കിട്ടൂല, എന്റേത് തീർന്നു പോകും എന്ന് പേടിച്ചിട്ട് സ്വന്തം അയൽവാസിയോട് കയറി ഒരുത്തൻ വാതിലടച്ചാൽ ഫലൈസ ദാലിക ബിമുമിൻ, മുഅ്മിനല്ല. വലൈസ ബിമുഅ്മിനിൻ മല്ലം യഅ്മൻ ജാറുഹു ബവായിഖഹു. സ്വന്തം ഉപദ്രവങ്ങളെ അയൽവാസിക്ക് നിർഭയത്വം നൽകാത്തവൻ മൂമിനല്ല. ഇത് നബിതങ്ങൾ വല്ലാത്തൊരു അർത്ഥാവരാണ്. മുഅ്മിൻ എന്ന വാക്കിന്റെ ഭാഷാർത്ഥ തലത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ചൂണ്ടുക. അവിടെ മുഅ്മിൻ എന്താ അർത്ഥം? അഭയം നൽകുന്നവൻ, പേടി തീർക്കുന്നവൻ, പേടിയില്ലാതാക്കുന്നവൻ. ആമന, അഭയം നൽകി. നമ്മൾ വേഗം പൊത്തം വെക്കുന്നത് ശറഈയായ അർത്ഥം വിശ്വാസിയായി, വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശ്വസിച്ചു. ഇത് ശറഈയായ സാങ്കേതികർത്ഥ. ഭാഷയിൽ അതിന്റെ അർത്ഥം അമ്നു നൽകി. അമ്ന് എന്ന് പറഞ്ഞാല് നിർഭയത്വം. എന്നെ പേടിക്കണ്ട, എന്നെ പറ്റിയൊന്നും പേടിക്കണ്ട എന്ന് ഒരാളെ കണ്ട അയാളപ്പം നമ്മളൊന്നും ശല്യം ചെയ്യൂല, നല്ലൊരു മനുഷ്യനാ, ബെല്ലിട്ട് കൊടുത്താ അയാൾ കടിച്ചൂല എന്നറിയില്ലേ. ഇങ്ങനത്തെ ഒരാൾ നമുക്ക് നൽകുന്ന നിർഭയത്വത്തിനാ അമ്ന് എന്ന് പേര്. ഇത് നൽകുന്ന ആളാ മൂമിൻ. അത് സ്വന്തം ഇടവലത്ത് താമസിക്കുന്ന അയൽവാസിക്ക് പോലും ഇത് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ അവൻ എന്ത് മൂമിൻ? ആർക്കവൻ അഭയം നൽകി എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത്. അഭയം നൽകിയിട്ടില്ല. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, നബി എന്നെ വിശദീകരിക്കുന്ന വിഷയം അത്. ഇത്ര വിശദീകരിച്ച് നബി ഒദുവിന്റെ വാബൊന്നും പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അയൽവാസിയുടെ കടപ്പാട് എന്തെന്ന് നിനക്കറിയോ? നബി തന്നെ വിവരിക്കുന്നു. നിന്നോട് സാമ്പത്തിക സഹായം ചോദിച്ചാൽ, നിന്നോട് തൊഴിൽ സംബന്ധമായ സഹായം ചോദിച്ചാൽ, നിന്നോട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക സഹായം ചോദിച്ചാൽ നീ അവനെ സഹായിക്കണം. കടം ചോദിച്ചാൽ കടം കൊടുക്കണം. അവൻ ദരിദ്രനാണ്, കുട്ടികളെ പോറ്റാൻ ഗതിയില്ലാത്തവനാണെങ്കിൽ അവന്റെ കാര്യത്തിന്റെ അവലംബമായി നിന്റെ മക്കളെ നോക്കും പോലെ നീ നിലക്കൊള്ളണം. രോഗിയായാൽ അയാളെ സന്ദർശിക്കാൻ പോകണം. അയാൾക്ക് വല്ല നേട്ടങ്ങളും കിട്ടിയാൽ ദുന്യവിയോ ഉഖ്റവിയോ നീ അയാളെ അഭിനന്ദിക്കണം. വല്ല വിപത്തിലും പെട്ടുപോയാൽ അയാളെ സമാശ്വസിപ്പിക്കാനും അയാളെ സന്തോഷിപ്പിക്കാനും ചെല്ലണം. അയാൾ മരിച്ചാൽ അയാളുടെ ജനാസ സംസ്കരണത്തിന്റെ സകല പ്രവർത്തനങ്ങളിലും കൂടി പിന്തുടരണം. അയാളുടെ അനുവാദമില്ലാതെ അയാൾക്ക് കാറ്റ് ചെല്ലുന്ന സ്ഥലത്ത് നീ ബിൽഡിങ്ങിന്റെ കെട്ടിടത്തിന്റെ വീടിന്റെ മട്ടുപ്പാ ഉയർത്തരുത്. അയാളെ കാറ്റ് തടയരുത്. റസൂൽ പറയുന്നു, അയാൾക്ക് ചെല്ലുന്ന കാറ്റ് നീ തടയരുത്. ഇല്ലാ ബിഇദ്നി, സമ്മതം ചോദിച്ചിട്ട് വേണം. എന്റെ പണല്ലേ, എന്റെ വീടല്ലേ, എനിക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ ഉയർത്തിയൂടെ? പറ്റൂല. എനിക്ക് ആവശ്യം ഉണ്ടാവുമ്പോഴുള്ള അന്തരീക്ഷം നമ്മൾ കൊടുത്തതല്ല. ഭൂമി വില കൊടുത്ത് വാങ്ങിയതായിരിക്കാം. വില കൊടുത്ത് വാങ്ങിയ ഭൂമിക്ക് മുകളിലുള്ള അന്തരീക്ഷം വായു സഞ്ചരിക്കാൻ വ്യവസ്ഥയിൽ അല്ലാഹു തആല രൂപപ്പെടുത്തിയതാണ്. വായു തടയാൻ നമുക്ക് പറ്റൂലല്ലോ. ആ വായു ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് തടയുമാർ നിന്റെ വീടിന്റെ സൗധം നീ ഉയർത്തിയാൽ അയാൾക്ക് ശല്യമാകുമെങ്കിൽ അയാളുടെ ശല്യമില്ലാതെ നിന്റെ വീട് നീ ഉയർത്താൻ പാടില്ല. നിന്റെ ചട്ടിയിൽ തിളക്കുന്ന ഇറച്ചിന്റെ മണം, നിന്റെ ചട്ടിയിൽ തിളപ്പിക്കുന്ന, നിന്റെ ചെമ്പിലുണ്ടാക്കുന്ന നിന്റെ ബിരിയാണിയുടെ വീട്ടിലെ മണം,
നീ തിളപ്പിക്കുന്ന കോഴിയുടെ മണം, മാട്ടിറച്ചിയുടെ മണം, ആ ചട്ടിയിലെ മണം നീ നിന്റെ അയൽവാസിക്ക് എടുത്തിട്ട് ശല്യം ചെയ്യരുത്. ഇല്ല അതിൽ നിന്നൊരംശം കോരിയിട്ട് ഒരു വിഹിതം അയൽവാസിക്ക് കൊടുക്കാൻ വിചാരിച്ചാൽ തർക്കേടില്ല. കൊടുക്കാൻ വിചാരിച്ചില്ലെങ്കിൽ നിന്റെ ചട്ടിയിലെ മണം അയൽവാസിയെ കേൾപ്പിക്കരുത്. അയൽവാസിയുടെ കുട്ടിക്ക് ഇത് കണ്ടാൽ ദേഷ്യം പിടിക്കും. ഈ കുട്ടി ആ കുട്ടിക്ക് കൊടുക്കൂല. അതുകൊണ്ട് അതിന് അയൽവാസിയുടെ കുട്ടിക്ക് ശല്യം വരുത്തുന്ന തരത്തിൽ നിന്റെ കുട്ടിയെ പുറപ്പെടാൻ അനുവദിക്കരുത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസിയുടെ കടപ്പാട് ഇത്രമേൽ വിവരിച്ചെങ്കിൽ ഇത് അയൽവാസിയാണ്, മുസ്ലിമല്ല. ജൂതനാകാം, മുശ്രിക്കാവാം, ക്രിസ്ത്യാനിയാവാം, ഹിന്ദുവാകാം, ആരുമാകാം, നമ്മുടെ ശത്രുവുമാകാം. അയൽവാസി എന്ന നിലയ്ക്ക് വരുന്ന ബന്ധമാണ്. ഇത്രയും പറഞ്ഞ് നബി തങ്ങൾ ചോദിക്കുന്നു, ഹൽ തഫ്തഹൂന മാ അഖൂലു ലക്കും, ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? ഇത് സാധാരണ നബി തങ്ങൾ ചോദിക്കുന്ന ചോദ്യമല്ല. ഹൽ തഫ്തഹൂന മാ അഖൂലു ലക്കും, നിങ്ങളോട് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് നബി തങ്ങൾ തന്നെ നിശബ്ദമായി തന്റെ സ്വഹാബത്തിന്റെ സദസ്സിന്റെ മുൻപിൽ, മൂകമായി തന്റെ സദസ്സിന്റെ മുമ്പിൽ നബി തങ്ങൾ പറയുന്നു, ലൻ യുഅദ്ദിയ ഹഖ്ഖൽ ജാർ ഇല്ലാ ഖലീലും മിമ്മർ റഹിമല്ലാഹ് ഖാല റസൂലുള്ളാഹി. അയൽവാസിയുടെ ശരിയായ കടപ്പാട് പുലർത്താൻ, ശരിയായ ധർമ്മം പുലർത്താൻ, ശരിയായ കടമ നിർവഹിക്കാൻ അല്ലാഹ് പ്രത്യേകം റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ച തുച്ഛം ആളുകൾക്കല്ലാതെ, അപൂർവം ആളുകൾക്കല്ലാതെ സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ വല്ലാത്ത വാക്ക. റസൂലുള്ള വിവരിക്കുന്ന വിവരണങ്ങളിൽ ഇമാമ് പറഞ്ഞ വാക്കല്ല. നബിതങ്ങൾ തന്നെ കടപ്പാട് വിവരിക്കുമ്പോൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ എത്രയെന്ന് ചിന്തിക്കുക. ഇതെല്ലാം അയൽവാസികളോടും പാലിക്കണം, അമുസ്ലിമിനോടും പാലിക്കണം. മുജാഹിദ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖൻ, അദ്ദേഹം പറയുന്നു, ഞാൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിൽക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളുടെ അടുക്കൽ തന്റെ ഒരു അടിമ, തന്റെ ഒരു പരിചാരകൻ ഒരാടിനെ അറുത്തിട്ട് തോലിങ്ങനെ കീച്ചാണ്. ഞാൻ ചെല്ലുമ്പോൾ ആ ആടിനറുത്ത് തോല് കീച്ചുന്ന നേരത്ത് ഇബ്നു ഉമർ ചോദിക്കുന്നു, യാ ഉലൈം ഇദാ സലഖ്ത ഫബ്ദൈ ബിജാരിനൽ യഹൂദി ഇദാ സലഖ്ത ഫബ്ദൈ ബിജാരിനൽ യഹൂദി. ഇതിന്റെ തോല് കീച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അംശം ആദ്യം കൊടുക്കേണ്ടത് നമ്മൾ അയലോക്കക്കാരൻ ജൂതനാട്ടോ, നമ്മൾ അയലോക്കക്കാരൻ ജൂതനാട്ടോ. ഇത് ഉലാമനോട് ഇങ്ങനെ പറയുന്നു. ഹത്താ കാല ദാലിക മിറാറ, പലവട്ടം ഇബ്നു ഉമർ ഇത് സ്വന്തം തോല് കീച്ചുമ്പം തന്നെ, കീച്ചിട്ടല്ല, കീച്ചുമ്പം തന്നെ പറയും, ഇത് തോല് കീച്ചിട്ട് ഒന്നാമത് കൊടുക്കേണ്ടത് അയൽവാസി ജൂതനാട്ടോ. ശല്യം സഹിക്കവയ്യാത്ത വിധം വർത്താനം ആവർത്തിച്ച് പറഞ്ഞാൽ ബാപ്യായാലും വിരാന്തരിച്ചല്ലോ. മനസ്സിലായി? ഈ പരിചാരകനോട് ചോദിച്ചു, എത്ര വട്ടങ്ങൾ ഈ പറയുന്നത്? ഇയാൾക്ക് കൊടുക്കണം, ഇയാൾക്ക് ഞാൻ കേട്ടുകണേ, ഞാൻ കൊടുത്തോളാം, എത്ര വട്ട ഈ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ലം യസൽ യൂസീനാ ബിൽ ജാർ, അയൽവാസിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നൽകിയ വസിയത്ത് ആ പ്രയോഗം നോക്കണം. ഞാൻ വഫാത്തായിട്ട് നിങ്ങൾ എന്തു ചെയ്യണം എന്ന് പറയുന്ന കാര്യത്തിന് ആ വസിയത്തെന്ന് സാങ്കേതികം പറയാ. അவ்விധം നൽകപ്പെടുന്ന വസിയത്തായി അറിയിക്കുന്നു എന്നറിയുന്ന വലിയ കാര്യം പറയുന്നതിന് ആ വാചകം ഉപയോഗിക്കുക. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് ബിൽ ജാർ, അയൽവാസിയെ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അനന്തര സ്വത്തിന്റെ വിഹിതം അയൽവാസി ജൂതനാണെങ്കിലും കൊടുക്കണമെന്ന് നബി പറഞ്ഞോളൂ. ഞങ്ങൾ പേടിച്ചു. അത്രത്തോളം നബി ഞങ്ങളെ ഉപദേശിച്ചിട്ടുണ്ട്. എങ്ങനെ ഉപദേശിക്കാതിരിക്കും? ജിബ്രീൽ വന്ന് വഹി ഇറക്കിയത് അങ്ങനെയല്ലേ. അബൂദാവൂദ്, തുർമുദി, ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ നബി പഠിപ്പിച്ചതാ. അബൂദർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, യാ അബൂദർ ഇദാ തബഖത മറഖതൻ ഫാക്സിർ മാഅൽ മർഖ വതആഹദ് ജിറാനക. നിന്റെ വീട്ടിലുണ്ടാക്കുന്ന കൂട്ടാൻ, നിന്റെ വീട്ടിലുണ്ടാക്കുന്ന കറി, എന്തെങ്കിലും പാരണ കറിക്കാതെ പറയാ, ആ കറി നീ അല്പം വെള്ളം നീട്ടണം. ഇതൊക്കെ നമ്മളെ ഉമ്മമാര് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഉമ്മമാർക്ക് വെറുതെ കിട്ടിയ മൊഴിയല്ലത്. ഉമ്മമാരി പറയുന്ന മൊഴി ചാറ്റിൽ വെള്ളം നീട്ടിയിട്ടേക്കൊരു അയലോക്കക്കാർക്ക് കൊടുക്കണം. മനെ, ഇത് മുസ്ലിംമാര് പറഞ്ഞു കൊടുത്തിട്ട് കിട്ടിയതാ. ആരംഭ നബിയുടെ ഉപദേശമാണ്. അബൂദർ ഇദാ തബഖത മറഖതൻ ഫാക്സിർ മാഅൽ മർഖ, നീ കറി ഉണ്ടാക്കുമ്പോ, ചാറുണ്ടാക്കുമ്പോ അതിന്റെ വെള്ളം നീട്ടണം. വതആഹദ് ജീറാനക, എന്നിട്ട് നിന്റെ അയൽവാസികൾക്ക് കൊടുക്കാൻ വേണ്ടി നോക്കണം. ഇമാം ബുഖാരി തന്റെ അദബുൽ മുഫറദിൽ നിവേദനം ചെയ്ത ഹദീസ്.
എത്ര പരിശുദ്ധമായി അള്ളാന്റെ റസൂല് ചാറിൽ വെള്ളം നീട്ടിക്കൊടുക്കേണ്ട കാര്യം വരെ അവകാശവും കടമയുമായി അയൽവാസിയെ കുറിച്ച് പഠിപ്പിക്കുന്നു. തൊട്ടയൽവക്കം, അതിൻ്റെ അപ്പുറത്തെ അയൽപക്കം, അതിൻ്റെ അപ്പുറത്തെ അയൽപക്കം, എത്ര വരെ പോകും ഈ അയൽവാസി? ഇതുമാണല്ലോ നോക്കുക. പെട്ട് പോയാൽ അങ്ങനെ അയൽവാസികൾ എന്ന് പറയുന്നത് എത്ര വരെ? അതിനും കണക്കുണ്ട്, ശറയിൽ അതിന് കണക്കുണ്ട്. ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, 40 വീട്. ഹസനുൽ ബസരി തങ്ങൾ അവർകളോട് ചോദിക്കപ്പെടുന്നു, ഏതാണ് അയൽവാസി? എത്ര വീട് വരെ അയൽവാസി? ഇങ്ങനെ തൊട്ട് അയൽവാസി, അതിൻ്റെ അപ്പുറം അയൽവാസി, അതിൻ്റെ അപ്പുറം അയൽവാസി, തൊട്ട് അയൽവാസി, അയൽത്ത് വസിക്കുന്നവൻ. വാക്കാണോ? അയൽ പക്കത്ത്, അയൽ പക്കക്കാരൻ, അയൽവാസി, ഇതൊക്കെ അയലത്ത് പാർക്കുന്നവൻ. അപ്പൊ അപ്പുറം അയലത്ത് പാർക്കുന്നവൻ നേരെ 4 അടുക്ക് ഓരോ വീട് കണക്കാക്കാം, 2 വീട് കണക്കാക്കാം, 3 വീട് കണക്കാക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു 40 ദാറ, 40 വീട്. ഇത് വെച്ചാ ഹസനുൽ ബസരി തങ്ങൾ പറയുന്നത് 40 ദാറൻ അമാമ വ40 ഖൽഫ വ40 യമീനി വ40 യസാരി. മുന്നോട്ട് 40 വീട്, പിന്നോട്ട് 40 വീട്, വലത്തോട്ട് 40 വീട്, ഇടത്തോട്ട് 40 വീട്. ഇമാം സുഹരി ഇത് പറഞ്ഞത് 40 ഹക്കദാ 40 ഹക്കദാ 40 ഹക്കദാ 40 ഹക്കദാ, നാനാ ഭാഗത്തേക്കും ചൂണ്ടിയിട്ട് 4 ഭാഗത്തു നിന്നും 40 വീട് വീതം അയൽവാസികളാണ്. ഒരയൽവാസിയുടെ ശല്യം വന്നിട്ട് നബി തങ്ങളുടെ ഉപദ്രവം ബോധിപ്പിച്ച സമയത്ത് അള്ളാന്റെ റസൂല് അബൂബക്കർ, ഉമർ തുടങ്ങിയിട്ടുള്ള പ്രധാന സ്വഹാബാക്കളെ വിളിച്ചിട്ട് അള്ളാന്റെ റസൂൽ ഉപദേശിച്ചു, ആ അന്യായവും കുറ്റവും പറയപ്പെടുന്ന അയൽവാസിയുടെ വീടിന്റെ അക്കരെ പോയിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കണം, 40 വീട് അയൽവാസികളാണ്, അവർക്ക് അഭയം നൽകാത്തവനും ഗുണം ചെയ്യാത്തവനും നമ്മിൽപ്പെട്ടവനല്ലാതെ പ്രഖ്യാപിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. നബിന്റെ ശീലം ഒന്ന് നോക്കിയാണ് നിങ്ങൾ. അയൽവാസിയെ കുറിച്ച് കേസ് പറഞ്ഞ് അയൽവാസി വരുമ്പോൾ കേസ് ഉന്നയിക്കപ്പെടുന്ന ആളെ വിളിച്ചിരുത്തി വിചാരണ ചെയ്യല്ല മുന്നിൽ. നബി തന്റെ സ്വഹാബാക്കളിൽ പ്രധാനപ്പെട്ട ആളെ ആ വീട്ടുകാരൻ കേൾക്കത്തക്ക വിധം അതിന്റെ പരിസരം നിന്ന് പോയിട്ട് അലക്ഷ്യമായി പ്രഖ്യാപിക്കുക, അലാ ഇന്ന 40 ദാറ, 40 വീടുകൾ അയൽവാസികളാണ്, ഈ 40 വീടുകളും അയൽവാസികളായി പരിഗണിക്കണം എന്ന് റസൂലുള്ള പ്രഖ്യാപിപ്പിക്കുന്നു. ഇത് കേൾക്കുമ്പോ എന്താ ഇപ്പൊ ബടവെന്ന് വിളിച്ചറിയാം, എന്താ ഇപ്പൊ ബടവെന്ന് അബൂബക്കർ സിദ്ദീഖും ഉമർ എന്നിവരും വിളിച്ചറിയാം. ഇന്റെ അടുത്ത് എന്തേ പറ്റിയെന്ന് കുമ്പളം കട്ടവും തോൾക്ക് നോക്കിയാൽ അവനാന്റെ തോൾക്ക് അവനാ നോക്കും. ഇതാ വീട്ടുകാരന് ഈമാൻ ഉണ്ടാക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളാണ്. ഇങ്ങനെ നബി പ്രഖ്യാപിച്ചിടത്തും പറഞ്ഞു 40 വീട്. അപ്പൊ ഈ 40 വീടുകൾ പരിഗണിക്കണം, നാനാ ഭാഗത്തു നിന്നും 40 വീട്. 40 വീട്ടുക്കും ഇഹ്സാൻ ചെയ്യാണ്ടാവൂല, ചിലപ്പോ 40 വീട്ടുക്കും കൊടുക്കാണ്ടാവൂല ചിലപ്പോ. ആയിഷ റളിയല്ലാഹു അൻഹാ അതും ചോദിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലേ ഇന്നലി ജാറൈനി, എനിക്ക് 2 അയൽവക്കക്കാരുണ്ട് അടുത്തുള്ളവര്, അഹദുഹുമാ മുഖ്ബിലുൻ അലയ്യ ബിബാബിഹി, ഒരാളുടെ വാതിൽ തന്നെ എൻ്റെ നേരെയാ, ഒരാളുടെ വാതിൽ അപ്പുറത്താ, ഞാൻ ആരെയാ വല്ലതും കൊടുക്കണമെങ്കിൽ ഒറുബമാ കാനല്ലദീ ഇൻദീ ലാ യസൽഹുമാ, രണ്ടാക്കും കൊടുക്കാൻ ചിലപ്പോൾ എൻ്റെ അടുത്തുള്ളത് തികയില്ല, കൊടുക്കേണ്ടത് ആർക്കാ? ഫഅയ്യുഹുമാ അഅ്ളമു ഹഖ്ഖ ഖാൽ അൽ മുഖ്ബിലു അലൈക ബിബാബിഹി, നിന്റെ അടുത്തേക്ക് ആരാണ് ഏറ്റവും വാതിൽ മുന്നിട്ട് നിൽക്കുന്നത് അയാൾ ആദ്യം മുന്നിക്ക്, അത് കഴിഞ്ഞിട്ട് കൊടുക്കാണ്ടെങ്കിൽ മറ്റേ ആളെ മുന്നിക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, വലാ യുബ്ദഉ ബിജാരിഹിൽ അഖ്സാ ഖബ്ല അദ്നാ, അവിടുന്ന് തുടങ്ങാൻ കരുതിയിട്ട് അകലെന്ന് തുടങ്ങാൻ പാടില്ല. അയൽവാസിക്ക് വല്ലതും കൊടുക്കുമ്പോ അഖീഖത്തർത്ത് ഇറച്ചി കൊടുക്കാം, മറ്റേതെങ്കിലും വസ്തുക്കൾ കൊടുക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ കൊടുക്കുക, നേർച്ചച്ചോറ് കൊടുക്കുക, കല്യാണത്തിന്റെ ബാക്കിയുള്ള ചോറ് കെട്ടിക്കൊടുക്കുക, ഇതൊക്കെ നമ്മൾ മിച്ചം ചെയ്യുന്ന ആ സമയത്ത് കൊടുക്കുമ്പോ അബൂ ഹുറൈറ തങ്ങൾ പറയുന്ന വാക്ക് പ്രസിദ്ധമാണ്, വലാ യുബ്ദഉ ബിജാരിഹിൽ അഖ്സാ, അകലെ കഴിയുന്ന അയൽവാസിക്ക് ആദ്യം കൊടുക്കാൻ പാടില്ല, ഖബ്ലൽ അദ്നാ, അടുത്തുള്ളവന്റെ മുമ്പ് ഓന് കൊടുക്കാൻ പാടില്ല. കൊടുത്തു ബന് കിട്ടിയില്ലെങ്കിൽ അവകാശം ഏറ്റവും അധികമുള്ളവൻ തടയപ്പെടും, പാടില്ല. ഏറ്റവും അടുത്തവനാണ് ആദ്യം അവകാശം. വലാകിൻ യുബ്ദഉ ബിൽ അദ്നാ ഖബ്ലൽ അഖ്സാ, അകന്നവന്റെ മുമ്പ് അടുത്തവന് കൊടുക്കണം. അപ്പൊ അയൽവാസികൾക്ക് കൊടുക്കുമ്പോ കൊടുക്കേണ്ടത് ആര് മുതൽ, എവിടെ മുതൽ, എന്ത് മുതൽ എന്നുവരെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അയൽവാസിയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരാൾക്ക് നന്മ പറയാൻ പോലുമില്ല. റസൂലുള്ളാഹിന്റെ ഒന്നുകൂടി മികച്ച ഉദാഹരണം, മാതൃക. അയൽവാസിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരാൾ നന്നു എന്ന് പറയാൻ വയ്യ. ആള് നല്ല മനുഷ്യനാണ്, നല്ല വഴുതന, നല്ല ഉറുതിയ, നല്ല സംസാര, നമ്മളൊക്കെ പറയാ
മൂല്യന്മാരെ പറയാ, പണ്ഡിതനെ പറയാ, ഒക്കെ പറയാ. പക്ഷെ അയൽവാസിയുടെ സർട്ടിഫിക്കറ്റ് നന്നെന്ന് പറഞ്ഞില്ല, അയാൾ നല്ല മനുഷ്യനല്ല. ഖാല റസൂലുള്ളാഹി, അവനാന്റെ കെട്ടിയോളും കുട്ടിയോളും നന്ന് എന്ന് പറയാൻ ഞാൻ നല്ലതല്ല എന്ന് പറഞ്ഞില്ലേ. എന്ന് വെച്ചാൽ അടുത്ത് പെരുമാറുന്നവരാണ് ഒരാളുടെ നന്മ തീരുമാനിക്കാൻ. അകന്നവരോട് ചിരിക്കാൻ എളുപ്പമാണ്, അകന്നവരോട് ഉപദേശിക്കാൻ എളുപ്പമാണ്, അകന്നവരോട് വാഴ്ന്നു തരാൻ എളുപ്പമാണ്. എനിക്ക് ഇതേ വാഴ്ന്ന് എൻ്റെ മമ്പാട്ട് വീടിൻ്റെ അടുത്തൊന്നും പറയാൻ കഴിയില്ല. എൻ്റെ അയൽവാസികൾ ഇത് കേൾക്കും, എന്നിട്ട് മൂലയിരുന്ന് നോക്കുന്നുണ്ടോ നോക്കും. അപ്പൊ അത് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അയൽപക്കത്തുള്ള ആള് ശ്രദ്ധിക്കാതെ മറ്റൊരാളെ നന്നാക്കാൻ എളുപ്പമുള്ളതുപോലെ അള്ളാന്റെ അടുത്ത് കഴിച്ചിലാവില്ല. ആരംഭ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതു ബിഹി ദഖൽതു ജന്ന. നബിയെ, ഒരമല് അങ്ങ് പറഞ്ഞു തരണം. ഓൽക്ക് നല്ല സുഖേനി, ഒരാൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ വേണ്ടെന്ന് നബിനോട് ചെന്നാൽ ചോദിക്കാം. അത് നബിയാണ് പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് അതേറ്റാണ് സ്വർഗത്തിൽ പോകാം. നമ്മളിത് ഏതാ എടുക്കേണ്ടതെന്ന് നമ്മൾക്ക് അറിഞ്ഞൂടാ. നമ്മൾക്ക് ഏതോ എടുക്കേണ്ടതെന്ന് തിരിഞ്ഞു പഠിക്കണമെങ്കിൽ തന്നെ വലിയ മൂല്യരാകണം. ഏതാ ഏറ്റവും മുന്തിയ അമല്, ഏതാ കടപ്പാട് ഏറ്റവും വലുത്. അല്ലെങ്കിൽ അങ്ങോട്ട് നിക്കരിച്ചൂടെ തന്നെ, അങ്ങോട്ട് ഓതിയൂടെ തന്നെ, അങ്ങോട്ട് നടന്നൂടെ തന്നെ. ഇത് ചെയ്യാത്തവരൊക്കെ നരകത്തിരുന്ന് നമ്മൾ വിധി എഴുതും. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബാക്കൊക്കെ നല്ല ഉഷാറാ ഹുശി. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബി പറഞ്ഞു, ദുല്ലനി അലാ അമൽ. നബിയെ, അങ്ങനെയൊക്കെ അമല് പറയണം. ഇദാ അമിൽതു ബിഹി ദഖലൽ ജന്ന. അത് ഞാൻ ചെയ്താൽ ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ അങ്ങ് കടക്കണം. നബിയല്ലേ ഇത്തരം ചോദ്യത്തിന്റെ മുമ്പിൽ നബിയുടെ വാക്ക് വളരെ വിശാലാർത്ഥമുള്ള വാക്കായിരിക്കും മിക്കവാറും. നബി പറഞ്ഞു, കുൻ മുഹ്സിന, നീ നല്ല ഗുണം ചെയ്യണ മര്യാദക്കാരനാകുക, നല്ല മനുഷ്യനാകുക. ഒറ്റ വാക്ക്, നീ നല്ല മനുഷ്യനാകുക. ഇയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, കൈഫ അഅലമു അന്നി മുഹ്സിൻ. ഞാൻ നല്ല മനുഷ്യനായിക്കണെന്ന് എങ്ങനെ അറിയാ? ഞാൻ നല്ല മനുഷ്യനായിക്കണെന്ന് എങ്ങനെ അറിയാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൽ ജീറാനക ഫഇൻ ഖാലു ഇന്നക മുഹ്സിൻ ഫഅൻത മുഹ്സിൻ ഔ ഖാലു ഇന്നക മുസീ ഫഅൻത മുസീ ഷഫീഉനാ റസൂലുള്ളാഹി. നിന്റെ അയൽവാസികളോട് ചോദിക്ക്, നിന്റെ അയൽവാസികൾ നീ നല്ലവനാണ് എന്ന് പറഞ്ഞോ എങ്കിൽ നീ നല്ലവനാ. നിന്റെ അയൽവാസികൾ നീ മോശം എന്ന് പറഞ്ഞോ എങ്കിൽ നീ മോശക്കാരനാ, ചീത്ത മനുഷ്യനാ. അയൽവാസികളാണ് നിന്റെ നന്മയും തീരുമാനവും മറ്റും തീരുമാനിക്കേണ്ടവരെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ അയൽവാസികളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിലേ ഒരാൾ നല്ല മനുഷ്യനാകൂ. നല്ല മനുഷ്യനായെങ്കിലേ ഒരാൾ സ്വർഗത്ത് കിടക്കൂ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ വിവരമെങ്കിൽ അയൽവാസികളുടെ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എന്ത് പണിയെടുക്കണപ്പോ? ഇപ്പത്തെ കാലവുമാണല്ലോ നോക്കുക. നമ്മൾ മാത്രം ചിന്തിക്കേണ്ട, രണ്ട് ഭാഗത്തൊന്നും ചിന്തിക്കണം. രണ്ടു തരം അയൽവാസികളും കൂടുന്നതാണല്ലോ സദസ്സ്, അത് കേൾക്കുന്നതാണല്ലോ വാഴ്. അതുകൊണ്ട് അത് പറയുന്നത് രണ്ടു ഭാഗത്തും നല്ലപോലെ ശ്രദ്ധിച്ചെങ്കിലേ ആ അയൽവാസി ഈ അയൽവാസിയെ കുറിച്ച് പറയും, ഈ അയൽവാസി ആ അയൽവാസിയെ കുറിച്ചും പറയും. എത്ര പാടുണ്ടാകും. കെട്ടിയോളോട് ചോദിക്കണം തന്നെ നബിന്റെ വാക്കും വലിയ പാടാ. കെട്ടിയോളും കുടുംബങ്ങളും ബാപ്പ നന്നു അല്ലെങ്കിൽ മാപ്പിള നന്നു എന്ന് പറയണമെങ്കിൽ, ശരിക്കും ഉള്ളറിഞ്ഞ് പറയണമെങ്കിൽ വല്ലാത്ത പാടുണ്ട്. തൻ്റെ സ്വഭാവങ്ങൾ മുഴുവൻ ഉരിയപ്പെടുന്ന സ്ഥലമാണ് വീട്. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ നന്നെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അതാണ് നന്മയെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞെങ്കിൽ ആ നന്മ വല്ലാത്തൊരു നന്മയാണ്. ഇതങ്ങനെ കിട്ടൂല, അപൂർവം ചിലർക്ക് കിട്ടുള്ളൂ എന്ന് അള്ളാഹിന്റെ റസൂല് തുടക്കത്തിൽ പറഞ്ഞ ഹദീസ് ഞാൻ പറഞ്ഞതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ കുറച്ചുകൂടി വിശാലമായി ഇതിന്റെ സൗഭാഗ്യാവസ്ഥ വിവരിക്കുകയാണ്. മഹദി പറയുന്നു, ഖിലാലുൽ മകാരിമി അശ്ർ. മാനമര്യാദക്കൊരാൾ ബഹുമാനിയാണ്, നല്ല മനുഷ്യനാന്ന് പറയണമെങ്കിലും മക്രുമത്തുകൾ കിട്ടണമെങ്കിലും 10 കാര്യം നടക്കണം. 10 കാര്യമുണ്ടെങ്കിലാണ് അതാണ് ബഹുമാനത്തിന്റെ കാര്യം, മാനത്തിന്റെ കാര്യം, മാനവികതയുടെ കാര്യം. ഒരർത്ഥത്തിൽ അങ്ങനെ പറയാം. മാനവികത സമ്പൂർണമാകുന്ന കാര്യം 10. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ബുദ്ധിമതിയാണ്, പണ്ഡിതയാണ്. ഈ ദീനിന്റെ ഇൽമിന്റെ പകുതി ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത് ആയിഷയിൽ നിന്നെന്ന് നബി പറഞ്ഞ ആയിഷയുടെ വാക്ക് വല്ലാത്ത അർത്ഥമുള്ള വാക്കായിരിക്കും, തത്വമുള്ള വാക്കായിരിക്കും. ആയിഷ ബീവി പറയുന്നു, 10 തരം മാനമര്യാദന്റെ കാര്യമുണ്ട്. തകൂനു ഫി റജുലി വലാ തകൂനു ഫി അബീഹി. ഇതൊരാളിൽ ഉണ്ടാകാ, ബാപ്പാക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്റെ പൂപ്പാക്ക് ഒരാനുണ്ടായിരുന്നു, ബാപ്പാക്കുള്ളത് മകനുണ്ടായിക്കൊള്ളുന്നില്ല. അത് ആയിഷ ബീവി പറയണത്, തകൂനു ഫി റജുലി വലാ തകൂനു ഫി അബീഹി. ബാപ്പാക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഒരാൾക്ക് ഇത് കൊടുക്കാം. തകൂനു ഫിൽ അബ്ദി വലാ തകൂനു ഫി സയ്യിദിഹി. അടിമക്കും ഉണ്ടാകാം, യജമാനില്ലെന്നും വരാം. അപ്പൊ കഴിവ് നോക്കിയല്ല, പണം നോക്കിയല്ല, അതുപോലെ തന്നെ ബാപ്പയാണോ ചെറിയവനാണോ നോക്കിയല്ല ഇതുണ്ടാവാർ.
അള്ളാഹു ആദരിച്ചിട്ടുള്ളവരെന്ന നിലക്ക് നൽകുന്നതാണ്. മഹദി വിവരിക്കുന്നു, യഖ്സിമുഹല്ലാഹു തആല ലിമൻ അഹബ്ബ്. ഈ 10 കാര്യങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട പിരിശപ്പെട്ട ഒരാൾക്ക് അള്ളാഹു വിഹിതം വെച്ച് അങ്ങ് നൽകുന്നതാണ്. പരമ്പരാഗതമായി നേടിയെടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. വലിയ യജമാനത്വം ഉണ്ടെന്നത് കൊണ്ട് കരുതി നേടിയെടുക്കാൻ പറ്റൂല. ദാനമെമ്പാടും ചെയ്തുകൊണ്ട് നേടിയെടുക്കാൻ പറ്റൂല. ഇത് നബി പറയുന്നത് വലിയ അർത്ഥവത്താണ്. അടിമക്ക് ഈ 10 കാര്യങ്ങൾ ഉണ്ടാകാം. പണം കൊടുക്കാൻ അടിമക്ക് കഴിയൂലല്ലോ, സ്വത്തില്ലല്ലോ, ഉടമസ്ഥതയില്ലല്ലോ. അധ്വാനിച്ചുണ്ടാക്കിയിട്ട് എന്ത് കിട്ടിയാലും സയ്യിദിന്റെ സ്വത്തല്ലേ. ദാനം ചെയ്യാൻ പറ്റാത്ത, ഉടമസ്ഥാധികാരമില്ലാത്ത, 1 ഇഞ്ച് ഭൂമിയുടെ 1 ഇഞ്ച് വസ്തുവിന്റെ സ്വന്തം വസ്ത്രത്തിന്റെ പേരും ഉടമാവകാശമില്ലാത്ത അടിമക്കും ഈ 10 മാനം മര്യാദ നേടാം. അതേസമയം യജമാനന് കിട്ടിക്കൊള്ളണമെന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്ക്, ഇത് അല്ലാഹു തആല വീതം വെച്ചവൻ ഇഷ്ടപ്പെട്ടവർക്ക് നൽകണം. ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു, ഏതാ 10? ചുരുക്കിന് പറയാ, സിദ്ഖുൽ ഹദീസ്, സത്യം മാത്രം പറയാ. അത് വാർത്തയോടുള്ള കടമയാണ്. വാർത്ത, ഒരു നടന്ന സംഭവം പറയുമ്പോൾ ആ വാർത്തയോടുള്ള കടമയാണ് സത്യമാവുക. നമ്മളെ പത്രക്കാരൊക്കെ ചിന്തിക്കേണ്ടതാണിത്, റിപ്പോർട്ടർമാർ ചിന്തിക്കേണ്ടതാണ്, ഉദ്ധരിക്കുന്നവർ ചിന്തിക്കേണ്ടതാണ്. സിദ്ഖുൽ ഹദീസ്, വർത്തമാനത്തോട് സത്യസന്ധത പുലർത്തുക. വാർത്തയോട് സത്യസന്ധത പുലർത്തുമ്പോൾ അവിടെ എന്താടോ നടന്ന്, ആ നടന്നത് തന്നെ പറഞ്ഞു കൊടുക്കുക. നീ എന്തെന്നല്ല സംസാരിച്ചത് തന്നെ പറഞ്ഞു കൊടുക്കുക. ഇത് അവൻ എന്നുള്ള നിലക്ക് വരുന്നതല്ല, ആരോട് പറയുന്നു എന്നുള്ള നിലക്ക് വരുന്നതുമല്ല. ഹദീസ്, വർത്തമാനത്തോടും വാർത്തയോടും പുലർത്തുന്ന സത്യസന്ധത. വാക്ക് വലിയ അർത്ഥവത്താണ്. വസിദ്ഖുന്നാസ്, മനുഷ്യന്മാരോട് പറയുമ്പോൾ സത്യം പറയാ. ഇത് രണ്ടാമത്തൊന്നാണ്. മനുഷ്യന്മാരോടാ ഞാൻ പറയുന്നത് എന്ന് ചിന്തിക്കാം. മറ്റേ അങ്ങനെയല്ല, ഞാൻ നടന്ന ഒരു സംഭവമാണ് വിവരിക്കുന്നത് എന്ന് പറയാം. സംഭവം വിവരിക്കുമ്പോൾ ആ സംഭവത്തോട് വാർത്തയോട് പുലർത്തുന്ന ധർമ്മമാണ്. അത് സത്യസന്ധമായിട്ട് വേണം ഉദ്ധരിക്കാൻ. മറ്റൊന്ന്, ഞാൻ പറയുന്നത് എന്നെ പോലത്തെ സമസൃഷ്ടികളായ മനുഷ്യരോടാണ്. മനുഷ്യരോട് കളവ് പറയാൻ പറ്റൂല. മനുഷ്യനോടാ ഞാൻ പറയുന്നത്. ഇത് മനുഷ്യന്മാരോടൊന്നും പറയല്ലേ, അങ്ങനെ പറയല്ലേ നമ്മള്. ഇത് മനുഷ്യനോട് പറയാൻ പറ്റുമോ എന്ന് പറയാറില്ലേ? എന്താണ് ആ പറഞ്ഞതിന് അർത്ഥം? മനുഷ്യൻ എന്ന നിലക്ക് പറയപ്പെടുന്ന കാര്യത്തിന് മാനമുണ്ട്. മനുഷ്യൻ എന്ന നിലക്ക് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട ചിട്ടയുണ്ട്. അങ്ങനെ മനുഷ്യൻ എന്ന നിലക്ക് സംസാരിക്കുമ്പോൾ സത്യസന്ധമായി സംസാരിക്കുക. ചോദിച്ചവൻ എന്ന നിലക്ക് വല്ലതും കൊടുക്കുക. ചോദിച്ചവൻ, എന്നാലും എന്നോട് ചോദിച്ചില്ലേ, അത് കഴിഞ്ഞാൽ കള്ളുടിച്ചാനാ കൊണ്ടോണ് തമിഴന്മാര് യാചിക്കാൻ വന്നാലേ നമ്മൾ പറയും. റമദാൻ മാസല്ലേ അവസാനക്ക് വരുമ്പോ അവനാൻ്റെ അടുത്തുള്ള 50 പൈസ കൊടുത്ത് വിട്ടാൽ പോലെ അതെന്നെ കിട്ടിയ അങ്ങനെയൊക്കെ കാട്ടുപോയിട്ടാണ്. എത്ര സന്തോഷം അത് കിട്ടിയിട്ട് ഇങ്ങനെ കാട്ടിയാൽ. 1 ഉറുപ്പ്യ കൊടുത്തിട്ട് ഇങ്ങനെ കാട്ടുക, അതൊക്കെ നമ്മളോട് ആരോ കാട്ടുമോ? 1 ഉറുപ്പ്യ വല്ല കൊടുത്തിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. പക്ഷെ നമ്മൾ ചിന്തിക്കൂ, ഇബദ്രെടുത്തിട്ട് പോയി കള്ളുടിച്ചു, ബദ്രെടുത്തിട്ട് പോയി അങ്ങോട്ട് കൊടുക്കും, ബദ്രെടുത്തിട്ട് പോയി ഇങ്ങോട്ട് കൊടുക്കും. അള്ളാന്റെ റസൂല് പറയുന്നത്, സായിലിന് കൊടുക്കേണ്ടത് ഫർസ്, മുന്തിയ മെർസിഡസ് കാറിൽ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, എനിക്ക് ജീവിക്കാൻ പറ്റില്ല, പറ്റ കുടുങ്ങിക്ക്, നിങ്ങളൊരു 100 രൂപ തരണോ എന്ന് ചോദിക്കാൻ. എന്നാ എന്റെ കാറിന് വെച്ചോടണോ, കാറിലല്ലേ വന്നോടോ, ചോദിക്കാൻ പാടില്ല. ശഫീഉനാ റസൂലുള്ളാഹി. അന്നത്തെ ഏറ്റവും മുന്തിയ കാറാ കുതിര. നബി കാറ് എന്ന് പറഞ്ഞില്ല, നബി കുതിര എന്ന് പറഞ്ഞു. കുതിര എന്ന് പറഞ്ഞാൽ കുതിരന്റെ അപ്പുറമുള്ള ഒരു വാഹനം വന്നില്ല. നബി പറയുന്നു, നീ കുതിരപ്പുറത്ത് വന്നുകൊണ്ട് ചോദിച്ചാലും ചോദിച്ചവൻ എന്ന നിലക്ക് കൊടുക്കണം. ചോദിച്ചില്ലേ, നമ്മളോട് ചോദിച്ചില്ലേ, അങ്ങനെ ചോദിച്ചവനെ വെറുതെ വിടാതിരിക്കുക. ചോദിച്ചവൻ എന്ന നിലക്ക് കൊടുക്കുക. അവൻ അർഹനാണോ അല്ലേ, വിശ്വാസിയാണോ അല്ലേ, നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവനാണോ അല്ലേ, ഉപകാരം കിട്ടുന്നവനാണോ അല്ലേ, ഇന്നലെ എന്നെ അടിച്ചവനാണോ അല്ലേ, ചിന്തിക്കാതെ ചോദിച്ചവൻ എന്ന നിലക്ക് കൊടുക്കുക. അള്ളാഹു വിഹിതം വെച്ചവർക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ്. ഇങ്ങോട്ട് ചെയ്ത പ്രവൃത്തികൾക്ക് പകരം അങ്ങോട്ടും ചെയ്യാ. ചക്കക്കൂട്ടാൻ ഒരു പ്ലേറ്റ് കൊടുത്തയച്ചാൽ മാങ്ങാക്കണ്ട അങ്ങോട്ടും കൊടുത്തയക്കുക. ലേശം ബിരിയാണി ഇങ്ങോട്ട് കൊടുത്തയച്ചാൽ ഇപ്പടെ പൊറാട്ട ഉണ്ടാക്കിയത് അങ്ങോട്ടും കൊടുത്തയക്കുക. ഇങ്ങോട്ട് ചെയ്തതിന് അപ്രകാരം തന്നെ അങ്ങോട്ടും മുക്കാഫാത്ത് നടത്തുക. ഇതും മാനമര്യാദയുടെ ജോലിയാണ്. അവിടെ ആവശ്യമുണ്ടോ നോക്കണ്ട. മുതലാളിന്റെ വീട്ടിൽ നിന്നാ കിട്ടിയത് ബിരിയാണി പാത്രമായി, നമ്മളെന്താ ഇപ്പത്താൻ കൊണ്ടേക്ക് കൊടുക്കണേ? വേണ്ട, നമ്മളോടുള്ളത് കൊടുത്തേക്ക. നിസ്സാരാക്കാനാക്കരുത്. ലേശം കഞ്ഞിൻ്റെ ഉള്ളവരോട് കൊടുത്തയച്ചാൽ നമ്മളെ നാട്ടിൽ കൂടെ നിസ്സാരാവും. ഇത് പറയുന്നിട്ടിട്ട് നമ്മളാടുള്ളത് കഞ്ഞിൻ്റെ ഉള്ള തന്നെ കൊടുത്തേക്കരുത്. നിസ്സാരമാക്കാനെന്ന് തോന്നാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയത് അവിടെ മാനമാകും, ബഹുമാനമാകും, ആദരിക്കലാകും എന്ന് തോന്നുന്ന വിഭവമുണ്ടെങ്കിൽ
നമുക്ക് അങ്ങോട്ട് കൊണ്ടേ കൊടുക്കുന്നത് മുതലാളിയാണ്, കഴിവുള്ളവനാണ്, സമ്പന്നനാണ്, നമ്മളൊക്കെയുള്ളവൻ ആവശ്യമില്ല എന്ന് ചിന്തിക്കണ്ട. ഇങ്ങോട്ട് ചെയ്തതിന് അങ്ങോട്ടും കിടയൊപ്പിച്ചിട്ട് അങ്ങോട്ടും ചെയ്യുക. ഇത് മാനമാണ്. വസിലത്തുർറഹിം, കുടുംബബന്ധം ചേർക്കുക. വഹിഫ്ളുൽ അമാന, വിശ്വസിക്കപ്പെട്ട ചുമതല ആ വിശ്വസിക്കുന്ന ആൾ എങ്ങനെ വിശ്വസിച്ചേൽപ്പിക്കുന്നുവോ അതുപോലെ തന്നെ പുലർത്തുക. വത്തദമ്മുലിൽ ജാർ, അവിടെ ഉപയോഗിക്കുന്ന വാചകം ശ്രദ്ധിക്കണം. വത്തദമ്മുലിൽ ജാർ, അയൽവാസിക്ക് വേണ്ടി നാണത്തോടുകൂടെ പെരുമാറുക. എങ്ങനെയാ പോനോട്, എങ്ങനെയാ പോനോട് പറയാ, എങ്ങനെയാ പോനോട് ആ കേസ് പറയാ, എങ്ങനെയാ ഓനോട് ഇത് പറയാൻ തോന്നൂലേ? അയൽവാസി എന്നതുകൊണ്ട് അവനോട് നാണം തോന്നുക, ലജ്ജിച്ചിട്ട് അവനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക, അന്യായം പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അന്യായപ്പെടാതിരിക്കുക, ശല്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അയലോക്കക്കാരനോട് എങ്ങനെ ഇത് ചെയ്യും, നമ്മൾ അയലോക്കക്കാരനല്ലേ എന്ന് ചിന്തിച്ച് നാണത്തോടെ പെരുമാറുക. സുഹൃത്തിനോടും കൂട്ടാളിയോടും കമ്പനിയിലുള്ള ചെറുപ്പക്കാരനോടും കൂടിയിട്ട് നല്ല നിലക്ക് നാണിച്ചു പെരുമാറുക. അതിഥിയായി ക്ഷണിക്കാതെ വന്നെത്തിയിട്ടുള്ള അന്യദേശക്കാരെ നല്ലോണം വിരുന്നൂട്ടുക. ഈ 9 കാര്യത്തിൻ്റെയും തലക്കാര്യമായി, അടിസ്ഥാനകാര്യമായി, അടിത്തറ കാര്യമായി വരുന്നത് നാണം, ലജ്ജ. നാണം, ലജ്ജ, അരുതായ്മയെ തൊട്ടുള്ള ഖനം, അരുതായ്മ ചെയ്യരുതെന്ന തോന്നൽ, വേണ്ടാത്തത് ചെയ്യരുതെന്ന ലജ്ജ. ഈ നാണവും ലജ്ജയുമാണ് ഇതിൻ്റെ തലക്കാര്യമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ. ഇക്കൂട്ടത്തിൽപ്പെട്ടതാണ് അയൽവാസികളോട് നാണത്തിൽ പെരുമാറുക. ഈ നാണത്തിൽ പെരുമാറുന്ന മാനം മര്യാദ അള്ളാഹു ഓശാരമായി അങ്ങ് കൊടുക്കണം. ബാപ്പാക്കുണ്ട് കരുതി കിട്ടൂല, യജമാനാന്ന് കരുതിയിട്ട് കിട്ടൂല, മൂല്യരാന്ന് കരുതിയിട്ട് കിട്ടൂല, തങ്ങളാന്ന് കരുതിയിട്ട് കിട്ടൂല എന്ന് വെച്ചാൽ അതൊന്നും തീരെ പരമ്പരാഗതമായി പോരൂല എന്നല്ല ഈ പറയുന്നതിനർത്ഥം. കിട്ടണമെന്നില്ല. അള്ളാഹു ഈ ബന്ധം നോക്കാതെയും പരമ്പര നോക്കാതെയും പാരമ്പര്യം നോക്കാതെയും എൽമു നോക്കാതെയും വിദ്യ നോക്കാതെയും ഇതോശാരമായി അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുത്തേക്കാം. ഈ 10 കിട്ടിയോ അവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണെന്ന് തീരുമാനിക്കാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരമാണ് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നത്. ഇത്തരം നല്ല അയൽവാസി ബർക്കത്തുള്ള അയൽവാസിയാണ്. നാട്ടുകാർക്കും ബർക്കത്ത്, കുടുംബത്തിനും ബർക്കത്ത്, സമൂഹത്തിനും ബർക്കത്ത്. ഒരാളങ്ങനെ ഉണ്ടായാൽ മതി, ബാക്കി എല്ലാവർക്കും കോശിയാവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒരാളും അങ്ങനെ ഇല്ലായിട്ടാണ് നമ്മൾ ഈ കുരുത്തക്കേടൊക്കെ. കുനിയാന്ന് പറഞ്ഞാലും മറ്റെന്ത് കുനിയാന്ന് പറഞ്ഞാലും ഇത്തരം ഒരാളെ കൊണ്ട് അല്ലാഹു തആല ഈ നാടിനെ തൊട്ട് തന്നെ കാക്കും. ഹനബ നബി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ലയദ്ഫഉ ബിൽ മുസ്ലിമി സ്വാലിഹി അൻ മിഅതി അഹ്ലി ബൈത്തിൻ മിൻ ജീറാനിഹി. ഒരു സ്വാലിഹായ മനുഷ്യനുണ്ടെങ്കിൽ ആ സ്വാലിഹായ മനുഷ്യന്റെ 100 അയൽവാസികൾക്ക്, 100 വീട് അയൽവാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ബലാ, ആപത്തുകളെ ഇയാളുടെ പൊരുത്തം കൊണ്ട് സന്തോഷം കൊണ്ട് അയാളുടെ നന്മയുടെ പുണ്യം കൊണ്ട് തടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. 100 അയൽവാസിക്ക് ഒരയൽവാസി മതി അയാൾ നന്നെങ്കിൽ. അപ്പൊ ഒരു നല്ല ബന്ധം പുലർത്തിയയാളെ കൊണ്ട് 100 വീടുകളെയും 100 അയൽവാസികളെയും അല്ലാഹു കാക്കും. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വലൗലാ ദഫഉല്ലാഹി الناس ബഅദഹും ബിബഅദിൻ ലഫസദത്തിൽ അർള്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഈ വസ്തുത. തമ്മിൽ ചിലരെ കൊണ്ട് അല്ലാഹു കാക്കുന്നത്, ദുർബലരെ കൊണ്ട് അല്ലാഹു സമൂഹത്തെ കാക്കും, പണ്ഡിതനെ കൊണ്ട് അല്ലാഹു സമൂഹത്തെ കാക്കും, നല്ല മനുഷ്യനെ കൊണ്ട് അല്ലാഹു സമൂഹത്തെ കാക്കും, കിഴവിയെ കൊണ്ട് അല്ലാഹു സമൂഹത്തെ കാക്കും, വളരെ കാലമായി നിസ്കാരത്തഴമ്പുള്ള വളരെ വലിയ വയസ്സനെ കൊണ്ട് അല്ലാഹു സമൂഹത്തെ കാക്കും, കഴിവിനെ കൊണ്ട് അല്ലാഹു സമൂഹത്തെ കാക്കും. ഒരാളുടെ ബർക്കത്ത് കൊണ്ട് 100 അയൽവാസികൾക്കും നാട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് നൽകുമെന്നും ഒരാളെ കൊണ്ട് തന്നെ ഈ നേട്ടങ്ങൾ നൽകുന്നത് അല്ലാഹു ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ശഫീഉനാ റസൂലുള്ളാഹി. ഈ വിധം കടമകൾ പാലിച്ച്, മര്യാദകൾ പാലിച്ച്, ധർമ്മങ്ങൾ പാലിച്ചുള്ള അയൽവാസിയായാൽ നല്ല അയൽക്കാരാകാം, നല്ല അയൽബന്ധം സ്ഥാപിക്കാം, നല്ല അയൽവാസികൾ ഉണ്ടാകാം. ആ ബന്ധവും കൂട്ടവും അള്ളാഹു നമുക്ക് ഏവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അതിന് നാം ഏവരെയും തുണക്കുമാറാവട്ടെ. ആ ബന്ധത്തിൻ്റെ പേരിൽ കിട്ടുന്ന ഐശ്വര്യവും പുണ്യവും ബറക്കത്തും അള്ളാഹു നമ്മുടെ വീടുകളിലെല്ലാം എത്തിച്ചു തരുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.